Good evening, all. It is my pleasure to introduce our esteemed mentor for today's session, Ms. Asha Dawood from Marine Engineering College. It is a privilege to have you with us today, ma'am, and I also welcome all the students attending the session. So let's begin, ma'am. Thank you, Amy, for this introduction. So, welcome all. നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് 5-ാം തീയതിയുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ. അപ്പം ഒരു 1.5 ടൈം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്ര പോർഷനാണ് ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായാലും നമ്മൾ ഇനിയിപ്പം ഈ ഇരിക്കുന്ന ഇത്രയും ടൈം നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഞാനിപ്പം ഒരു ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ നോട്ട്സ് ഷോർട്ടായിട്ട് ഇമ്പോർട്ടൻറ്റ് തിയറി ടോപ്പിക് എന്താണെന്ന്, പിന്നെ അതുപോലെ ടിപ്സ് എന്തൊക്കെയാണ്, ഓരോ പ്രോബ്ലം ചെയ്യാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്നൊക്കെ വെച്ചിട്ടുള്ള ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷനും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ പവർ പോയിന്റ് സ്ലൈഡ് കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വെക്കുക. കാരണം ഇനി നമുക്കുള്ള കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ അല്ലെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ആ കുറച്ച് ടൈമിൽ എങ്ങനെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അതും ഞാനിപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യം ഞാൻ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ സിലബസ്, അതുപോലെ ഓരോ ടോപ്പിക് വൈസ് ഞാൻ ആദ്യം നമ്മുടെ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഏതൊക്കെ ടോപ്പിക്കാണ് ഞാനിപ്പം കവർ ചെയ്യാൻ പോകുന്നതും കൂടെ ഉള്ള ഒരു PPT ഞാൻ ആദ്യം ഷെയർ ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ടും പ്രോബ്ലംസും ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് യൂസ് ചെയ്യുന്നതിലോട്ട് വരാം. ഓക്കെ, ഓക്കെ. ഇത് വിസിബിൾ ആണല്ലോ? Yes, ma'am. ഓക്കെ, ശരി. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള ഈ ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ കാണിക്കുന്ന ഓരോ മൊഡ്യൂളിലും മൊഡ്യൂൾ വൈസ് ഞാൻ കാണിക്കാൻ പോകുന്ന ടിപ്സും നോട്ട്സും സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ആ നോട്ട്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എക്സാമ്പിൾ പ്രോബ്ലംസ് നിങ്ങൾ ഒന്ന് നോക്കി 2-3 പ്രാവശ്യം ഞാൻ എന്താണോ മെത്തേഡ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ട്സോ ഇല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി ആ മെത്തേഡിൽ ആ ഒരു സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, ആസ് എ ഹോൾ ആദ്യത്തെ 4 മൊഡ്യൂളാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സബ്ജക്ട്. ഈ കുറച്ച് നേരം കൊണ്ട് നമുക്ക് എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ പ്രോബ്ലങ്ങളെയും ചുരുക്കി ഒരു 3 സ്റ്റെപ്പ് പ്രൊസീജിയർ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ആ 3 സ്റ്റെപ്പുകൾ ഇപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു പ്രോബ്ലം ആണ് വരുന്നതെങ്കിൽ ഈ 3 സ്റ്റെപ്പ് ഏതെടുക്കണം, സെക്കൻഡ് മൊഡ്യൂൾ ആണെങ്കിൽ ഏത് 3 സ്റ്റെപ്പും. അപ്പം എല്ലാം മൊത്തത്തിൽ 3 സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീജിയർ ആയിട്ടാണ് ഞാനിപ്പം ഷോർട്ട് നോട്ട് ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആ സ്റ്റെപ്പുകൾ എന്തെല്ലാം, എല്ലാത്തിനും 3 സ്റ്റെപ്പ് തന്നെയാണ്. ആ ഓരോ സ്റ്റെപ്പും ഓരോ മൊഡ്യൂൾ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റത്തെ 4 ആൻഡ് സോറി, ഞാൻ ഫസ്റ്റ് 3 മൊഡ്യൂളാണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് 4 and 5 മൊഡ്യൂൾ, 5th മൊഡ്യൂൾ ഡൈനാമിക്സ്, കൈനറ്റിക്സ്, കർവിലീനിയർ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, പ്ലെയിൻ മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ടോപ്പിക്സ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുന്ന നോട്ട്സ് നോക്കി ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. കാരണം അവിടെ വേറെ കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. ആദ്യത്തെ 3 മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇപ്പൊ ഞാൻ മെയിൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സിലബസ്. അറിയാമല്ലോ, എല്ലാവരുടെ കയ്യിലും സിലബസ് ഉണ്ടാവും. ആ സിലബസ് നോക്കി ഫസ്റ്റ് 3 മൊഡ്യൂളാണ് ഇപ്പൊ ഞാൻ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, സോ മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഇതിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പം സപ്ലി എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും, റെഗുലർ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. ആസ് എ ഹോൾ നിങ്ങളുടെ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് അത് ഇപ്പം ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസും ഉണ്ടാവും. ചിലപ്പം അവർക്ക് അറിയാം ഞാൻ എന്ത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ബാക്കിയുള്ളത് നിങ്ങളുടെ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിച്ചിരുന്നത് അത് വെക്കുക. ഇത് കൂടാതെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കി. ഞാനിപ്പം ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബേസിക് കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എങ്ങനെ എടുക്കും.
ഓക്കെ, നിങ്ങൾ ഇത് കൂടെ എഴുതാൻ നിൽക്കേണ്ട, സ്ക്രീൻഷോട്ട് എടുത്തോണ്ടാൽ മതി. ഓക്കെ, സോ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്താണെന്ന് ക്ലിയർ ആക്കുക. ഇത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ 5 മൊഡ്യൂളിനെയും, ഓക്കെ, ഇടയ്ക്ക് കുറച്ച് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ചാപ്റ്റർ ഉണ്ട്, അവിടെ ഒഴിച്ച് ബാക്കി എല്ലാ മൊഡ്യൂളിലും നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. അപ്പം ഇത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, കോസ് തീറ്റ എന്ന് പറയുന്ന അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിനസ്, ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നൊക്കെ പറയുന്ന ഡെഫിനേഷൻസ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ തന്നെ അങ്ങ് തറവാക്കുക. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ഈ എൻ്റയർ സിലബസിലും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ എടുക്കുന്ന സൈൻ കൺവെൻഷൻ ശ്രദ്ധിക്കുക. അപ്പ് പോസിറ്റീവ്, റൈറ്റ് പോസിറ്റീവ്. മുകളിലോട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കുന്ന ഫോഴ്സുകളെ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കണം, റൈറ്റിലോട്ട് പോകുന്ന ഫോഴ്സുകളെ പോസിറ്റീവ് ഫോഴ്സുകൾ എടുക്കണം. അപ്പം ഇത് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി ഒരു സ്ലോഗൻ പോലെ ഞാനൊരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പ് പോസിറ്റീവ്, റൈറ്റ് പോസിറ്റീവ്. പറയാനും നമുക്കൊരു സുഖമുണ്ട്, കാരണം പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം ഈ ഒരു സ്ലോഗൻ ആദ്യം വരണം. മുകളിലോട്ടുള്ള ഫോഴ്സസിനെ പോസിറ്റീവ്, റൈറ്റിലോട്ടുള്ളതിനെ പോസിറ്റീവ്. സോ അപ്പ് പോസിറ്റീവ്, റൈറ്റ് പോസിറ്റീവ്, അങ്ങനെ വേണം എല്ലാ ഫോഴ്സിനെയും ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടന്റ് തിയറി പോർഷൻസ് എന്ന് പറയുന്ന ഒരു 9 ടോപ്പിക് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്ക് നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നോക്കി ഡെഫിനേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത്. എല്ലാവരും ലാസ്റ്റ് ചോദിക്കുന്നത് മീൻസ് ഈ മോഡ്യൂളിലെ തിയറി ഇമ്പോർട്ടന്റ് പോർഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം അങ്ങനെ പറയുന്ന അതിന്റെ സൊല്യൂഷൻ ഇതാണ്, ഇത്രയും ടോപ്പിക്കുകൾ മിനിമം പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇത്രയും ഇമ്പോർട്ടന്റ് തിയറി ടോപ്പിക്സ് നോക്കിയേക്കുക. ആക്ച്വലി മെക്കാനിക്സിൽ തിയറി വളരെ കുറവാണ്, പ്രോബ്ലംസ് ആണ് കൂടുതൽ. ഉള്ള തിയറി നല്ലതുപോലെ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ശരി. നെക്സ്റ്റ് പാരലലോഗ്രാം ലോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത്. അപ്പം ഈ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ തന്നെ ഫോഴ്സുകളുടെ അനാലിസിസ് ആണ്. അപ്പം അതില് 2 ഫോഴ്സുകളുടെ അനാലിസിസ് ആണ് എടുക്കുന്നതെങ്കിൽ, ഒരു സെക്കൻഡ്, ഓക്കെ. സോ 2 ഫോഴ്സുകൾ, ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് 2 ഫോഴ്സ് ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ പാരലലോഗ്രാം ലോ വെച്ച് വേണം സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ എന്തോട്ടെ, അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിന്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ ഈ എൻ്റെ സിലബസിലും പല ടൈപ്പിലുള്ള ഫോമിലൊക്കെ പഠിച്ചാലും ഫസ്റ്റ് മൊഡ്യൂളിന്റെ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ അതിൽ പാരലോഗ്രാം ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും എന്ന് മനസ്സിൽ വരണം. നമ്മൾ 5th മൊഡ്യൂളിൽ പഠിച്ച പ്രോബ്ലംസ് എടുത്ത് ഇവിടെ എടുത്ത് അപ്ലൈ ചെയ്യാനൊന്നും നിൽക്കരുത്. ഓക്കെ, 2 ഫോഴ്സിന്റെ കേസ് ആണ് പറയുന്നത് എങ്കിൽ അവിടെ പാരലലോഗ്രാം ലോ തന്നെ അപ്ലൈ ചെയ്യണം. സോ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. അപ്പൊ അതിന്റെ നൊട്ടേഷനൊക്കെ നോക്കിക്കോണം. തീറ്റ എന്ന് പറയുന്നത് ആ 2 ഫോഴ്സ് പിയും ക്യൂവിനും ഇടയ്ക്കുള്ള ആംഗിൾ. അതുപോലെ ഈ 2 പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന ഫോഴ്സിന് പകരം ഒറ്റ ഫോഴ്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? റിസൾട്ടന്റ് ഫോഴ്സ്. ആ റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും എന്നാണ് നമ്മൾ ഈ പ്രോബ്ലം വഴി കണ്ടുപിടിക്കുന്നത്. സോ ആ ഒരു റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആദ്യം തന്നിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ദെൻ അതിന്റെ ഡയറക്ഷൻ ഓഫ് ആർ എന്ന് പറയുന്നത് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. സോ ഈ ഫോർമുലയൊക്കെ ബൈ ഹാർട്ട് ചെയ്തിരിക്കുക. ആൽഫ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, റിസൾട്ടന്റ് ആറ് എക്സ് ആക്സിസിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫോഴ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. സോ ടാൻ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ കിട്ടും. സോ ആൽഫയാണ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ്. സോ ആർ എന്ന് പറയുന്ന റിസൾട്ടന്റ് പി ആൻഡ് ക്യൂവിന് പകരക്കാരനായിട്ടുള്ള ഒറ്റ സിംഗിൾ ഫോഴ്സ് ആണ് റിസൾട്ടന്റ്. ആ റിസൾട്ടന്റ് ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന ആംഗിളും കൂടെ സ്പെസിഫൈ ചെയ്താൽ എത്ര മാഗ്നിറ്റ്യൂഡ് ഏത് ഡയറക്ഷൻ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഇനി ഈ ആറിന്റെ ഡയറക്ഷൻ പി ആൻഡ് ക്യൂ ആ 2 ഫോഴ്സുകളുടെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം റിസൾട്ടന്റ് ഓഫ് ആറ്
പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഫൈനലി റിസൾട്ടന്റ് പറയാം. നിങ്ങൾ ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിരിക്കുമ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ടാൻ ആൽഫ മാത്രം കണ്ടുപിടിച്ച് നിർത്തരുത്. ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നും കൂടെ കണ്ടുപിടിക്കണം. കാരണം ഇപ്പം ഈ തന്നിരിക്കുന്ന ഫിഗറിൽ റൈറ്റിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പി, മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ക്യൂ. സോ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒരു കേസാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സിസ്റ്റം ആവുമ്പം റിസൾട്ടന്റിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ മാറും. എങ്ങനെ ഏത് ക്വാഡ്രന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയാലും നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, സോ പോസിറ്റീവ് നമുക്കിപ്പം ഏത് ക്വാഡ്രന്റിൽ ആക്ട് ചെയ്താലും ആ ക്വാഡ്രന്റിലെ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പൊസിഷൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. സോ അതിനുള്ള ഫോർമുലയുണ്ട്. ആക്ച്വലി ഫോർമുല നോക്കേണ്ട കാര്യമില്ല, ബോർഡ് യൂസ് ചെയ്തിട്ട് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. സോ പി ആൻഡ് ക്യൂ ഇതിപ്പം ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഒരു ഫോഴ്സിന്റെ റിസൾട്ടന്റ് ആണ്. രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടന്റ് R1 ഇതുപോലെ ആക്ട് ചെയ്യുന്നു. നമ്മൾ ആൽഫ വാല്യൂ കണ്ടുപിടിച്ചു. സോ ഈ ഫസ്റ്റ് കേസിൽ തീറ്റ വിത്ത് എക്സ് ആക്സിസ് അല്ലെങ്കിൽ ആൽഫ വിത്ത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൽഫ തന്നെയായിരിക്കും. ഇനി റിസൾട്ടന്റ് ഇതുപോലെയാണ് ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൽഫ വാല്യൂ ഇതായിരിക്കും. ഓക്കെ, മിററിംഗ് ആവുന്നുണ്ടോ എയ്മി? ഇല്ല മാം. കറക്റ്റ് ആണല്ലോ, ശരി. ഓക്കെ, R2 ഇതുപോലെയാണ് റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൽഫ ഇതായിരിക്കും. പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? തീറ്റ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ ആൽഫ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ, ഇത്രയും വാല്യൂ വേണം കണ്ടുപിടിച്ചെടുക്കാൻ. സോ ആംഗിൾ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ് വിൽ ബി 180 മൈനസ് ആൽഫ. ഇനി റിസൾട്ട് മാം ആ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാമോ? ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി ഇതുപോലത്തെ തേർഡ് കേസ് ആണ് R3. ഇതുപോലെ തേർഡ് ക്വാഡ്രന്റിലാണ് റിസൾട്ടന്റ് നമുക്ക് കിട്ടിയത്. ആ റിസൾട്ടന്റിന്റെ ആംഗിൾ ആൽഫ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്. പക്ഷെ നമുക്ക് എന്ത് വേണം? ആംഗിൾ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ്. സോ ആൽഫ എക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഫിഗർ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഫോർമുല ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എന്ത് വരും? 180 ഡിഗ്രി പ്ലസ് ആൽഫ. 180 പ്ലസ് ആൽഫ എന്ന് വരും. ഓക്കെ, അപ്പം ഇതുപോലെ ഫോർത്ത് കേസ് ആണെങ്കിൽ നോക്കിയേ. സോ ദിസ് ഈസ് ദ ഫോർത്ത് കേസ്. R4 എന്ന് വരുന്നു. നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നത് ഏത് ക്വാഡ്രന്റിലാണോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ആ ക്വാഡ്രന്റിലുള്ള എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് കിട്ടുന്നത്. നമുക്ക് എന്ത് വേണം? ടോട്ടൽ പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ ഒരു റിസൾട്ടന്റ് വരെയുള്ള ആംഗിൾ, ദാറ്റ് വിൽ ബി ടോട്ടൽ ആംഗിൾ 360 എന്ന് നമുക്കറിയാം. സോ 360 മൈനസ് ആൽഫ. സോ ഇതാണ് ഈ ഒരു പറയുന്ന സംഗതിയാണ് ആ പ്രസന്റേഷനിൽ 2-3 ഫോർമുലയായിട്ട് ഷോർട്ട് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫോർമുല ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആൽഫ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്. ബട്ട് ആംഗിൾ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ്. സോ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലോട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നും ഓരോ ലൈനിലോട്ടുള്ള ആംഗിൾ വാല്യൂ ക്വാഡ്രന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കണ്ടുപിടിച്ചെടുക്കുക. ഈ ഒരു കാര്യം നമുക്ക് ഫോഴ്സ് സിസ്റ്റം സോൾവ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ? ശരി, അപ്പം അഗെയിൻ ബാക്ക് ടു പ്രസന്റേഷൻ.
സോ ഇപ്പൊ നമ്മൾ ഈ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് ഇവിടെ 3 ഫോമുല വെച്ചിട്ട് ഡയറക്ഷൻ ഓഫ് ആർ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം കാര്യങ്ങൾ ക്ലിയർ. ശ്രദ്ധിക്കണം, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം ആംഗിൾസ് മാർക്ക് ചെയ്തെടുക്കാൻ. ഓക്കെ, സോ ഇപ്പം ആ കാണിച്ച എക്സാമ്പിളും ഈ ഒരു ഫോമുല വെച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പം ഇവിടെ 180 പ്ലസ് ഓർ മൈനസ് എടുത്തിട്ടുണ്ട്, മറ്റേ 36 360 മൈനസ് ആൽഫ, അതുപോലെ ലാസ്റ്റ് വൺ ആൽഫ. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വാഡ്രന്റ് ആണ് ഈ വാല്യൂസ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇനി ഫോമുല ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാര്യങ്ങൾ നമ്മളിപ്പോൾ ക്ലിയർ ആയി. ഇനി ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇവിടെ ഫോമുലകൾ സിമ്പിൾ ആണെങ്കിൽ പോലും നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, തന്നിരിക്കുന്ന ഫോഴ്സുകൾ കണ്ടുപിടിച്ചെടുക്കാനുള്ള പ്രോബ്ലംസ് വരും. ഓക്കെ, ദ റിസൾട്ടന്റ് ഓഫ് 2 ഫോഴ്സസ് ദിസ് മച്ച് ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ദിസ് തീറ്റ ആംഗിൾ എന്നൊക്കെ പറഞ്ഞുള്ള പ്രോബ്ലംസ് വരും. ഫൈൻഡ് ദ 2 ഫോഴ്സസ് അങ്ങനെ ചോദിക്കുമ്പോൾ റിസൾട്ടന്റ് തന്നിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അറിയാവുന്ന പാർട്ടിൽ നിന്നും എല്ലായ്പ്പോഴും മെക്കാനിക്സിന്റെ എൻ്റെ സിലബസിലും എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അതിലോട്ട് എത്താൻ നമുക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും, ഇപ്പം നമുക്ക് മെയിൻ ഫോമുല ഉണ്ട്, അല്ലെങ്കിൽ നോൺ വാല്യൂവിൽ നിന്നും അൺനോൺ വാല്യൂവിലോട്ട് പോവുക. അപ്പൊ നമുക്ക് എവിടെ ഇപ്പം ക്വസ്റ്റ്യനിൽ റിസൾട്ടന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ടന്റിന്റെ ഫോമുല വെച്ച് സോൾവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് സോൾവ് ചെയ്ത് കിട്ടും. ഇനി ആംഗിൾ വാല്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാൻ ആൽഫയുടെ അവിടെ ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബാക്കി അൺനോൺ വാല്യൂസ് ഒക്കെ ഇടുക. ചിലപ്പം ഈ ക്യൂവും പിയും തമ്മിലുള്ള റിലേഷൻസ് തന്നിട്ടുണ്ടാവും. എനിക്കറിയാം മെക്കാനിക്സ് ഇങ്ങനെ തിയറി പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ല, പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് റിലേറ്റ് ചെയ്ത് പ്രോബ്ലം വെച്ച് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ കുറച്ച് എക്സ്ട്രാ ടിപ്സും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ചില ഫോമുലകളൊക്കെ ഇനി ഇത്രയും ഫോമുലേ ഉള്ളൂ എന്ന് ചോദിച്ചാലല്ല, കണ്ടീഷൻസ് മാറി തിരിച്ചും വരാം. അതായത് നമ്മളുടെ പ്രീവിയസ് നോളജും കൂടെ ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് പാരലോഗ്രാമിലൂടെ പ്രോബ്ലംസ് വരും. അപ്പം അതിൽ ചില ഫോമുലകൾ, അതായത് 1 + cos 2 θ 2 cos square θ tan 90യുടെ വാല്യൂ, അതായത് ചില പ്രോബ്ലങ്ങളിൽ പറയും ദ റിസൾട്ടന്റ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഫസ്റ്റ് ഫോഴ്സ്. അപ്പൊ നമ്മുടെ ആൽഫയുടെ വാല്യൂ 90 ഡിഗ്രി ആണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക. റിസൾട്ടന്റ് ഈസ് മേക്കിംഗ് ഓർ റിസൾട്ടന്റ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പം അങ്ങനെ ആവുമ്പം tan 90 എന്ന് അങ്ങ് എഴുതുക. tan 90യുടെ വാല്യൂ നമുക്കറിയാം ഇൻഫിനിറ്റി. sin 0 0, cos 0 1, sin 90 cos 90, ഇതുപോലെ വാല്യൂസ് നമുക്കറിയില്ല. അപ്പൊ sin 0 0 ആണെങ്കിൽ sin 90 1 ആണ്, cos 0 1 ആണെങ്കിൽ sin 90 0 ആണ്. അപ്പം tan 90യുടെ വാല്യൂ ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇൻഫിനിറ്റി എന്ന് വെക്കുമ്പോഴെന്താ 1 ഡിവൈഡഡ് ബൈ 0 ആണ് ഇൻഫിനിറ്റി, അത് നമുക്കറിയാം. 1 ഡിവൈഡഡ് ബൈ 0 ആണ് ഇൻഫിനിറ്റി. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? 1 എന്ന് പറയുന്നത് q sin θ ആവും, 0 എന്ന് പറയുന്നത് p + q cos θ. ഡിനോമിനേറ്ററിലെ വാല്യൂ 0 എന്നാണ് അപ്പൊ എടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ചില പ്രോബ്ലങ്ങളിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ എക്സാമ്പിൾ പ്രോബ്ലംസ് നോക്കിയാൽ മതി. ദെൻ മാക്സിമം വാല്യൂ ഓഫ് റിസൾട്ടന്റ് എങ്ങനെ വരും? p + q. 2 ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടന്റ് വിൽ ബി മാക്സിമം. അപ്പം 2 ഫോഴ്സ് ഒരേ ഡയറക്ഷനിലാണെന്ന് പറയുന്നതിന് പകരം മാക്സിമം വാല്യൂ ഓഫ് റിസൾട്ടന്റ് ഈസ് ദിസ് മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ എടുക്കേണ്ടത്? തീറ്റ വാല്യൂ 0. അതുപോലെ ദ റിസൾട്ടന്റ് ഓഫ് 2 ഫോഴ്സസ് ഈസ് മിനിമം വെൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ മിനിമത്തിന്റെ വാല്യൂ എന്ന് വെച്ചാൽ തീറ്റ വാല്യൂ 180. അതായത് ഫോഴ്സുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ മിനിമം റിസൾട്ടന്റ് ആയിരിക്കും തീറ്റ വാല്യൂ 180 ഡിഗ്രി നിർത്തണം. ഇത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ആയിട്ടിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇപ്പം ചില പ്രോബ്ലങ്ങളിൽ 2 ഫോഴ്സുകൾ തമ്മിൽ ഇന്ന ഡിഗ്രിയിൽ ആക്ട് ചെയ്തപ്പോഴത്തേക്കും റിസൾട്ടന്റ് ഇത്ര വാല്യൂ കിട്ടി, അതേ ഫോഴ്സുകൾ വേറൊരു ആംഗിളിൽ ആക്ട് ചെയ്തപ്പോഴത്തേക്കും റിസൾട്ടന്റ് ഇത്ര കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ച് 2 ഇക്വേഷൻസ് എടുക്കുക. 2 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമ്മൾ പണ്ട് 2 ഇക്വേഷൻ 2 അൺനോൺ എങ്ങനെയാണോ സോൾവ് ചെയ്ത് ആ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്തെടുക്കുക. അപ്പം ഇഫ് 2 കേസസ് ഗിവൺ ഫോം 2 ഇക്വേഷൻസ് ആൻഡ് സോൾവ്. അതാണ് ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇഫ് 2 കേസസ് ഗിവൺ ഫോം 2 ഇക്വേഷൻസ് ആൻഡ് സോൾവ്. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 3 സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫൈൻഡ് വാല്യൂസ് ഓഫ് p and q,
get angle theta, find R, find alpha. അപ്പം റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കും. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിച്ച് വെക്കണം, അല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം വെച്ച് നിർത്തരുത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കി, ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ് of the resultant of the two forces of magnitude 12 Newton and 9 Newton acting at a point if the angle between the two forces is 30 degree. വാല്യൂസ് എല്ലാം ഡയറക്റ്റ് തന്നിരിക്കുന്ന പ്രോബ്ലം ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതില് പിയുടെ വാല്യൂ, ക്യൂ വാല്യൂ, തീറ്റ വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ടാൻ ആൽഫയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൽ നിന്നും ആൽഫയുടെ വാല്യൂ. ഞാനിപ്പോ എഴുതിയില് tan alpha is equal to 12.8 degree എന്ന് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ആൽഫ വാല്യൂ. ഓക്കെ, സോ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഇതൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ. The resultant of two forces when they are acting at 60 degrees 14 Newton. If the same forces are acting at right angle, their resultant is root 136 Newton. Determine the magnitude of the two forces. നേരത്തെയും പറഞ്ഞു, രണ്ട് ഡിഫറെന്റ് കേസ്. അതിവിടെ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലങ്ങളിലും രണ്ട് കേസുകൾ പറയുകയാണെങ്കിൽ ഓരോ കേസിനും ഇക്വേഷൻസ് ഫോം ചെയ്യണം. സോ ഫസ്റ്റ് കേസ് സോൾവ് ചെയ്ത് ഇക്വേഷൻ 1, സെക്കൻഡ് കേസ് സോൾവ് ചെയ്ത് ഇക്വേഷൻ 2. ഇത് രണ്ടും മ്യൂച്വലി നമ്മൾ എന്ത് ചെയ്യണം? പി സ്ക്വയർ, നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ കാണുന്നുണ്ട്. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് 136 എന്ന് കിട്ടി. അതെടുത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്ത് നമുക്ക് എന്താ ഒരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യും. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോമുല നമുക്കറിയാം. അപ്പം അത് വെച്ച് സോൾവ് ചെയ്തിട്ട് പിയുടെയും ക്യൂവിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. ശരി, അപ്പം ഇതായിരുന്നു പാരലോഗ്രാം ലോ. സോ രണ്ട് ഫോഴ്സ് ഉണ്ടെങ്കിൽ പാരലോഗ്രാം ലോ. ഇതുപോലെ 3 ഫോഴ്സ് ഉണ്ടെങ്കിൽ ലാമീസ് തിയറം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തിയറം ആയിരിക്കും, സോൾവ് ചെയ്യാൻ നല്ല എളുപ്പമുള്ള ഒരു തിയറമാണ് ലാമീസ് തിയറം. സോ രണ്ട് ഫോഴ്സ് ഉണ്ടെങ്കിൽ പാരലോഗ്രാം ലോ. ഇഫ് ദർ ആർ 3 ഫോഴ്സസ്, ലാമീസ് തിയറം. മോർ ദാൻ 3 ആണെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ സിഗ്മ എഫ് എക്സ് ആൻഡ് സിഗ്മ എഫ് ഐ. നോക്കാം. അപ്പം ആ പറഞ്ഞ കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് ഒരുപാട് ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ ഓരോ ഫോഴ്സുകളുടെയും ഹൊറിസോണ്ടൽ കമ്പണന്റും വെർട്ടിക്കൽ കമ്പണന്റും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആ കമ്പണന്റ് എന്താ എടുക്കുന്നത്? ഇതാണ് മിക്കവാറും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ആംഗിൾ വിത്ത് എക്സ് ആക്സിസ് തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു ലൈനിനെ സപ്പോർട്ട് ചെയ്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് എടുത്ത് മാറ്റുമ്പോൾ ഈ ചെറിയൊരു ആർക്ക് പോലുള്ള ഒരു സാധനം സ്റ്റാൻഡ് ആണെന്ന് വിചാരിക്കുക. ഈ സ്റ്റാൻഡ് എടുത്ത് മാറ്റുമ്പോൾ എന്ത് പറ്റും? ഈ ലൈൻ വന്ന് ക്ലോസ് ചെയ്യും. ക്ലോസിംഗ് സൈഡിൽ കോസ് കമ്പോണന്റ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ആ ഒരു ലൈനിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ആർക്ക്, തീറ്റ എഴുതിയിരിക്കുന്നതിന് അടുത്തൊരു ആർക്ക് ഉണ്ടല്ലോ, ആ ആർക്ക് എടുത്ത് മാറ്റി എന്ത് പറ്റും? ഈ ലൈൻ വന്ന് ക്ലോസ് ചെയ്യുന്നെന്ന് ഇമാജിൻ ചെയ്യുക. ക്ലോസിംഗ് സൈഡില് കോസ് കമ്പോണന്റ് വരണം. എന്തിന്റെ കോസ് കമ്പോണന്റ് വരണം? ഫോഴ്സിന്റെ കോസ് കമ്പോണന്റ്. അപ്പം ഈ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് എഫ് മേക്കിംഗ് തീറ്റ വിത്ത് എക്സ് ആക്സിസ്, ദെൻ ഹൊറിസോണ്ടൽ എക്സ് ആക്സിസിലെ കമ്പോണന്റ് വിൽ ബി എഫ് cos theta x. Y component will be f sin theta x or f sin theta. അപ്പം f cos theta, f sin theta. ഓക്കെ, സോ അതാണ് ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റെപ്പ്. സോ സിഗ്മ എഫ് എക്സ് എടുക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ എല്ലാ ഫോഴ്സുകളുടെയും എക്സ് ആക്സിസിലെ കമ്പോണന്റുകളുടെ സം. സിമിലർലി സിഗ്മ എഫ് വൈ എന്ന് വെച്ചാൽ എല്ലാ വൈ ആക്സിസിലെ ഫോഴ്സുകളുടെയും സം. അങ്ങനെ എല്ലാ എഫ് എക്സ് കമ്പോണൻസും എല്ലാ എഫ് വൈ കമ്പോണൻസും കിട്ടിക്കഴിഞ്ഞാൽ റിസൾട്ടന്റ് വിൽ ബി, അതായത് ഒരു പോയിന്റിൽ പല ഡയറക്ഷനിൽ പല ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ ടാൻ ആൽഫ സിഗ്മ. അബ്സല്യൂട്ട് വാല്യൂ ആണ്, ശ്രദ്ധിച്ചോണം. ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ നേരത്തെ ഇവിടെ സിഗ്മ എഫ് വൈയുടെയും സിഗ്മ എഫ് വൈ എഫ് എക്സിന്റെയും വാല്യൂസ് മാത്രം എഴുതിയാൽ മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, അതിന്റെ സൈൻ നോക്കരുത്. അതാണ് ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ എന്നത് മോഡ് വാല്യൂ ഇട്ടാണ് ചെയ്യാൻ.
സോ സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. ഇത് തിരിഞ്ഞും പോകരുത്. നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിലെല്ലാം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഡിനോമിനേറ്ററിൽ എഫ് എക്സ്, എക്സിന്റെ സിഗ്മ എഫ് എക്സ് തന്നെ വരണം. ക്ലിയർ? ഈ തന്നിരിക്കുന്ന 3 സ്റ്റെപ്പുകളും നോക്കി. So steps for problems on R of several forces. Find Fx and Fy of all forces. Find sigma Fx and sigma Fy. Find R. R കണ്ടുപിടിക്കാനുള്ള മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം, ടാൻ ആൽഫ അറിയാം. ഓക്കെ, അപ്പം ഈ 3 സ്റ്റെപ്പുകൾ നമ്മളിപ്പം സ്ക്രീൻഷോട്ട് എടുത്തു. നിങ്ങൾ ഇനി ഇതിന്റെ എക്സാമ്പിൾ പ്രോബ്ലംസ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ചെയ്ത പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആവും. അതെടുത്ത് ആദ്യം ഒന്ന് നോക്കുക എന്താ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ 3 സ്റ്റെപ്പിന്റെ രീതിയിലോട്ട് നമ്മൾ തനിയെ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി വാരി വലിച്ച് ഒരുപാട് പ്രോബ്ലം പഠിക്കാൻ നോക്കണ്ട. ഉള്ള പ്രോബ്ലംസ് ഈ ഒരു സ്റ്റെപ്പ് വൈസ് സോർട്ട് ചെയ്ത് പഠിക്കുക, ക്ലിയർ ആക്കുക. ഓക്കെ, സോ ഇതിലെയും നേരത്തെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഫൈനൽ ആംഗിൾ വിത്ത് പോസിറ്റീവ് എക്സ് ആക്സിസ് കണ്ടുപിടിക്കാനുള്ള കേസുകൾ 4 4 ക്വാഡ്രന്റിൽ 4 കേസ് വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനു വേണ്ടി വേറെ ഫോർമുല 180 പ്ലസ് ഓർ മൈനസ് തീറ്റാന്നോ 360 മൈനസ് തീറ്റാന്നോ ഒന്നുള്ള ബൈ ഹാർട്ട് ചെയ്യേണ്ട നിൽക്കണ്ട. ക്ലിയർ? ശരി, അപ്പം ഇതിനുള്ള ടിപ്സ്. അപ്പം ചില പ്രോബ്ലങ്ങളിൽ ഹെക്സഗൺ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. ആ ഹെക്സഗൺ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, നമുക്ക് ആ ടോട്ടൽ ആംഗിൾ വാല്യൂ തന്നിരിക്കുന്നത് 180 ഡിഗ്രിയാണ്. ഹെക്സഗന്റെ രണ്ട് സൈഡിനിടയ്ക്കുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ 120. അപ്പം അതിൽ 4ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഹെക്സഗന്റെ 4 ഒരു കോർണർ പോയിന്റിൽ നിന്നും ബാക്കിയുള്ള കോർണർ പോയിന്റിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആയിട്ടൊക്കെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടോട്ടൽ ആംഗിൾ 120 എത്ര ഫോഴ്സ് ആയിട്ടാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഈച്ച് ആംഗിൾ വിൽ ബി 30. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. ഹെക്സഗന്റെ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിലൊക്കെ എല്ലാ ടീച്ചേഴ്സും ചെയ്യിപ്പിക്കാറുണ്ട്. അതുപോലെ ചില പ്രോബ്ലങ്ങളിൽ തീറ്റ വാല്യൂ ഡയറക്ട്ലി തരുന്നതിന് പകരം ഇതുപോലൊരു ട്രയാങ്കിൾ ആ ഒരു ഫോഴ്സിന് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ചെറിയ ട്രയാങ്കിളും അതിന്റെ 2 സൈഡിലുള്ള വാല്യൂസും ഒക്കെ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്നെടുത്ത് വേണം സോൾവ് ചെയ്യാൻ. ഇതുപോലെ ട്രയാങ്കിളും അതിന്റെ രണ്ട് ഡയറക്ഷനിൽ ഒരു ഹൊറിസോണ്ടലും ഒരു വൈ വാല്യൂവും തന്നിട്ടുണ്ടെങ്കിൽ ടാൻ തീറ്റ വെച്ച് സോൾവ് ചെയ്ത് നമുക്ക് തീറ്റ വാല്യൂ കിട്ടും. ആ തീറ്റ തന്നെയായിരിക്കും ആ ഒരു ഫോഴ്സിന്റെ ഇൻക്ലിനേഷൻ വിത്ത് എക്സ് ആക്സിസ്. അതുപോലെ ഇതുപോലെ അതായത് ഇത് നമ്മൾ പഠിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ആണ്. ഫോഴ്സസിനെ നമുക്ക് അതിന്റെ അതേ ലൈൻ ഓഫ് ആക്ഷനിൽ വലിച്ചു നീട്ടി വരച്ചാലും ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ. പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അഗെയിൻ 3 സ്റ്റെപ്പ്. ആ 3 സ്റ്റെപ്പ് പ്രൊസീജിയറിൽ സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് വൈ, ദെൻ റിസൾട്ടന്റ് ടാൻ ആൽഫ. ശരി, അപ്പം ഇത് അടുത്തൊരു എക്സാമ്പിൾ പ്രോബ്ലം ആണ്. ക്ലാസിന്റെ ഫ്ലോ ഇങ്ങനെ തന്നെ മതിയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല തോന്നുന്നു. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ നേരത്ത് ഡീറ്റെയിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ചെയ്യാം. ശരി, അപ്പം ഈ ഒരു പ്രോബ്ലം നോക്കി നമ്മൾ ഈ പറഞ്ഞ 3 സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോബ്ലംസ്. എന്തൊക്കെ മെസ്സേജ് വരുന്നു, ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന് എനിക്ക് ആ മെസ്സേജ് കാണുന്നില്ല. ശരി, അപ്പം നോക്കിയേ, ഇത് അതിനൊരു എക്സാമ്പിൾ പ്രോബ്ലം. ഒരു ഫോഴ്സ് സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പം ഈ ഫോഴ്സ് സിസ്റ്റം നിങ്ങൾ കുറെ ടേംസ് കേട്ടിട്ടുണ്ട്. കോപ്ലാനാർ, കൺകറന്റ്, കൊളീനിയർ എന്നൊക്കെ പറയുന്ന കുറെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഹെഡിങ്ങും കൂടെ എഴുതിയിട്ടുണ്ടാവും. കോപ്ലാനാർ, കൺകറന്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഫോഴ്സ് സിസ്റ്റത്തിന്റെ ആണെന്നൊക്കെ പറഞ്ഞ് കുറെ ഹെഡിങ് നിങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പേടിക്കണ്ട, ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സിസ്റ്റമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യമൊക്കെ വരുന്നത്. ഓക്കെ, ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് റിസൾട്ടന്റ് ആർ കണ്ടുപിടിക്കണം, തീറ്റ കണ്ടുപിടിക്കണം, ഓർ ആൽഫ. നിങ്ങൾ ആ പഠിച്ച ഫോർമുല ചിലപ്പം ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ടാൻ തീറ്റ എന്ന് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്, ചിലര് ടാൻ ആൽഫ എന്ന്. അപ്പൊ നിങ്ങൾ എന്താണോ ഫോർമുല പഠിച്ചിരിക്കുന്നത് അത്. അപ്പം റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം കണ്ടുപിടിച്ചാൽ മതി. എപ്പോ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പല ഫോഴ്സുകളായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ
റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഞാൻ എവിടെയും സെന്റൻസ് ആയിട്ട് എഴുതിയിട്ടില്ല. റിസൾട്ടന്റ് എപ്പോഴാ, ഇപ്പം നമ്മൾ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പല ഫോഴ്സുകളുടെ ഒരു കാര്യമാണെങ്കിൽ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഈ പ്രോബ്ലത്തിൽ നോക്കിയേ, 3 ഫോഴ്സുകൾ ആ പോയിന്റിൽ നിന്നും പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 30, 80, 48. ഇവിടെ നമ്മൾ ഈ 70 ന്യൂട്ടന്റെ കാര്യം ശ്രദ്ധിക്കാതെ പോകരുത്. ദിസ് 70 ന്യൂട്ടൺ ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദ പോയിന്റ്. നമുക്ക് അങ്ങനെ പറ്റില്ല. ഫോഴ്സുകളെല്ലാം, all the forces should be acting away from the point. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 70 ന്യൂട്ടനെ വലിച്ചു നീട്ടി ഫ്രണ്ടിലോട്ട് വരയ്ക്കാം. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ആ പ്രിൻസിപ്പിൾ നമുക്ക് അതിന് പെർമിഷൻ തരുന്നുണ്ട്. ഫോഴ്സിനെ നമുക്ക് അതിന്റെ അതേ ലൈൻ ഓഫ് ഡയറക്ഷനിൽ മാറ്റി നീട്ടി വരയ്ക്കാൻ പറ്റും. അപ്പം ഇവിടെ വെർട്ടിക്കലുമായിട്ട് 65 ആണെങ്കിൽ വലിച്ചു നീട്ടി ഏത് ക്വാഡ്രന്റിൽ വരുന്നു അവിടെ വെർട്ടിക്കലുമായിട്ട് 65. നമ്മൾ അത് ആംഗിൾ തന്നെ, ഇപ്പം ലൈൻസ് എന്താണ് ബൈസെക്ട് ചെയ്ത് പോകുന്ന കേസിൽ നമ്മൾ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ എന്നൊക്കെ പറഞ്ഞ കുറെ ടേംസ് ഒക്കെ അന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം അതേ കാര്യം വെച്ചിട്ട് നമുക്ക് 70 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ 65 വിത്ത് വെർട്ടിക്കൽ ആണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് അപ്ലൈങ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി അപ്ലൈ ചെയ്താൽ ഓപ്പോസിറ്റ് ക്വാഡ്രന്റിൽ പോകുമ്പോഴും വെർട്ടിക്കലുമായിട്ട് സെയിം ആംഗിൾ തന്നെ ഫോം ചെയ്യും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മള് ടെൻഷൻ കയറി ശ്രദ്ധിക്കാതെയൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതുപോലെ ആംഗിൾ ആരോടെ ഡയറക്ഷൻ ശ്രദ്ധിച്ച് വേണം സോൾവ് ചെയ്യാൻ പോകാൻ. ഓക്കെ, ബാക്കി എല്ലാം സെയിം. ആദ്യം എല്ലാ ഫോഴ്സുകളുടെയും എഫ് വൈയും കണ്ടുപിടിക്കണം. പിന്നെ സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് വൈ, ദെൻ റിസൾട്ടന്റ്, അതുപോലെ ആംഗിൾ. ഈ ഒറ്റ ഫിഗറിൽ ഇട്ട് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പാടാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫോഴ്സിനെയും സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ട് ആംഗിൾ സോൾവ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് എല്ലാം വിടാതെ എടുക്കുകയും വേണം. അതായത് നമ്മളിപ്പം ഒരു 30 ന്യൂട്ടൺ ഫസ്റ്റ് ഫോഴ്സിന് നമ്മൾ ക്വാഡ്രന്റ് വൈസ് ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ സിഗ്മ എഫ് എക്സ് എടുക്കാൻ നേരത്ത് 30 കോസ് 50 എന്ന വാല്യൂ ഉണ്ടെങ്കിൽ അത് എടുത്ത് എഴുതിയതിനു ശേഷം അവിടെ അങ്ങ് കട്ട് ചെയ്തേക്കുക. അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയെന്ന് അറിയാൻ പറ്റും. ഓക്കെ, സോ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക. എല്ലാം നമുക്കതിൽ പഠിക്കുന്നത് നന്നായിട്ട് പഠിച്ച് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് അതിൽ തെറ്റൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ചെയ്തങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. ശരി, അപ്പം ഇത് അടുത്തൊരു എക്സാമ്പിൾ പ്രോബ്ലം. സോ ഇവിടെ നോക്കിയേ, ആംഗിൾ വാല്യൂ ഡയറക്റ്റ്ലി തരുന്നതിന് പകരം ഇവിടെ ഇതുപോലെ ഒരു ട്രയാങ്കിൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ നോക്കി 3ഉം 4ഉം വാല്യൂസ് തന്നിട്ടുണ്ട്. സോ അതിന്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് താഴെ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ടാൻ തീറ്റ = 3/4. അതിൽ നിന്നും തീറ്റ വാല്യൂ കണ്ടുപിടിച്ചെടുക്കുക. ഓക്കെ, അപ്പം ഈ പ്രോബ്ലത്തില് ആ സെന്റൻസ് ഒന്ന് വെച്ചിരിക്കുക. ദ റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സ് സിസ്റ്റം ഈസ് 750 along the negative direction of x axis. Determine the force P and angle theta. റിസൾട്ടന്റിന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, കുറെ ഫോഴ്സുകളുടെ റിസൾട്ടന്റ് 750 ന്യൂട്ടൺ എന്നും അത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ദ റിസൾട്ട് ആർ ഈസ് ആക്ടിങ് നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നേ, റിസൾട്ടന്റിന്റെ വാല്യൂ നമുക്ക് ഫോർമുല അറിയാം, √σ fx² + σ fy² ആണ്. ഇത് ചെയ്യുമ്പം സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ -750. കാരണം എക്സ് ആക്സിസിലെ കമ്പോണന്റ് ഉള്ളൂ, എക്സ് ആക്സിസിലെ വാല്യൂ ഉള്ളൂ. ഒരു ഫോഴ്സ് എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വൈ കമ്പോണന്റ് 0. ഒരു ഫോഴ്സ് എക്സ് ആക്സിസിലൂടെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വൈ കമ്പോണന്റ് 0 എടുക്കണം. അതുപോലെ വൈ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ എക്സ് കമ്പോണന്റ് 0. അപ്പം ഇവിടെ ഒരു ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ കമ്പോണന്റ് 0. സോ ഒബ്വിയസ്ലി സിഗ്മ fy² 0 എന്നാണ് മീനിങ്. സോ അതിൽ നിന്നും നമ്മൾ സിഗ്മ എഫ് എക്സിനുള്ള ഓരോ കമ്പോണൻസ് എടുത്ത് ആഡും സബ്ട്രാക്ടും ചെയ്ത് 750ക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ ഇത് ശ്രദ്ധിച്ചോണം, -750 എന്ന് എടുത്തിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഫോഴ്സ് നെഗറ്റീവ് എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പി കോസ് തീറ്റ, പി സൈൻ തീറ്റ സോൾവ് ചെയ്ത്
വാല്യൂസ് എടുക്കാം. അപ്പം ഇതൊക്കെ നമ്മുടെ 3 സ്റ്റെപ്പ് പ്രൊസീജിയറിന് അഡീഷണൽ ആയിട്ട് വരുന്ന ഡിഫറെന്റ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പം ഇത് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷനാണ് ആദ്യം മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫിക്സ്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ് ചെയ്ത് കിടക്കുന്ന സാധനം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുവാണ്, അനങ്ങാതെ ഇരിക്കുവാണെന്നാണ് മീനിങ്. അനങ്ങാതെ ഇരിക്കുക മീൻസ് അതിലുള്ള എല്ലാ ഫോഴ്സുകളും പരസ്പരം ബാലൻസ് ചെയ്തിരിക്കുന്നു. സോ നെറ്റ് റിസൾട്ടന്റ് വിൽ ബി 0. റിസൾട്ടന്റ് 0 ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റെ ഫോമിൽ നമുക്കറിയാം √σ(f(x)² + σ(f(y)²). അപ്പം അതില് ആ രണ്ട് വാല്യൂസും σ(f(x)ഉം σ(f(y)ഉം 0 ആണെങ്കിൽ മാത്രമേ റിസൾട്ടന്റ് 0 ആവത്തുള്ളൂ. സോ ഈ ഒരു സ്റ്റെപ്പ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. സോ നെറ്റ് റിസൾട്ടന്റ് 0 എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ σ(f(x)ഉം σ(f(y)ഉം 0 എന്ന് വെച്ചാൽ അതിന് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയും. അപ്പം 3 ഫോഴ്സുകൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ലാമീസ് തിയറം എടുക്കും. അപ്പം 2 ഫോഴ്സ് ആണെങ്കിൽ പാരലോഗ്രാം ലോ, 3 ഫോഴ്സ് ആണെങ്കിൽ ലാമീസ് തിയറം. ഇക്വിലിബ്രിയത്തിലാണ്. അത് 3-നേക്കാട്ടിയും കൂടുതൽ ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ √σ(f(x)² + σ(f(y)² വെച്ച് റിസൾട്ടന്റ് കണ്ടുപിടിച്ചോളൂ. ഓക്കെ, സോ ഇതിപ്പോ ഈ ഒരു ലാമീസ് തിയറം നിങ്ങൾ എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾക്കറിയാം F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സും അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ θ1, F2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ θ2, F3 എന്ന് പറയുന്ന ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ θ3. സോ സൈൻ റൂൾ എടുത്ത് അപ്ലൈ ചെയ്തിട്ട് അൺനോൺ വാല്യൂസ് കണ്ടുപിടിച്ചെടുക്കും. അപ്പം അതിനുള്ള സ്റ്റെപ്പ് അതിന്റെ കാര്യമില്ല, നിങ്ങൾ ചെയ്യാറുള്ള പ്രോബ്ലംസ് തന്നെ ആയിരിക്കും. F1, F2, F3 ഐഡന്റിഫൈ ചെയ്യുക, θ1, θ2, θ3 ഐഡന്റിഫൈ ചെയ്യുക, ദെൻ സോൾവ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ഇത് എ പാർട്ടിലും ചോദിക്കാറുണ്ട്. ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് ലാമീസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ. കാരണം ഫോർമുല എന്തായാലും സിമ്പിൾ. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇലക്ട്രിക് ബൾബിനെ വയർ കൊണ്ടോ കേബിള് കൊണ്ടോ കെട്ടിയിരിക്കുന്നെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു കയറ് അല്ലെങ്കിൽ വയറ് കേബിൾ എന്നൊക്കെ അതായത് അതുപോലുള്ള ഒബ്ജക്ട്സ് കൊണ്ട് വലിച്ചു കെട്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ ഓർത്തോണം ഒബ്ജക്റ്റിൽ നിന്നും പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഫോഴ്സ് ആയിട്ടാണ് വേണം മാർക്ക് ചെയ്യാൻ. ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ F1, F2, F3 ഈ 3 ഫോഴ്സുകളും പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന, അതായത് സെന്റർ പോയിന്റിൽ നിന്നും ഔട്ട്വേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ്. അപ്പം ഇതുപോലെ വേണം ഒരു വയർ അല്ലെങ്കിൽ കേബിളിലെ ഫോഴ്സുകൾ മാർക്ക് ചെയ്യാൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ നിന്നും പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. കാരണം ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറിയാൽ പ്രോബ്ലം തെറ്റും. സോ ഇവിടെ ഇതുപോലെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒരു ബോള്, ഒരു സ്മൂത്ത് സ്ഫിയർ ഓഫ് വെയിറ്റ് 500 Newton is supported by a string fastened to a point A on the smooth vertical wall. The other end is in contact with point B on the wall. If the length of the string is equal to the radius of the sphere, find the tension in the string and the reaction at the wall. സോ തന്നിരിക്കുന്ന ഓബ്ജക്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആദ്യം വരയ്ക്കണം. സോ ഫ്രീ ബോഡി ഡയഗ്രാം ഇമ്പോർട്ടന്റ് തിയറി ആണ്. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് വെച്ചാൽ ആ ഒരു ഒബ്ജക്റ്റിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിന്റെ കോണ്ടാക്ട് സർഫസസ് അവിടെ നിന്നെല്ലാം ഉള്ള ഫോഴ്സസിനെ മാത്രം നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് സർഫസിനെല്ലാം നെഗ്ലക്ട് ചെയ്യും. അപ്പം ഇവിടെ AB എന്ന് പറയുന്ന ഒരു പോർഷനിൽ ഹാച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ. സോ ഈ AB എന്ന് പറയുന്ന ഹാച്ച്ഡ് പോർഷൻ നമ്മൾ ഹാച്ചിങ്ങോ അല്ലെങ്കിൽ സർഫസിനൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ അവിടെ എന്തുണ്ട്, ഒരു കോണ്ടാക്ട് വരുന്നുണ്ട്, പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലുള്ള റിയാക്ഷൻ ഫോഴ്സ് കൺസിഡർ ചെയ്യും. സോ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ നേരത്ത് ആ ഒരു കോണ്ടാക്ട് പോയിന്റിൽ നിന്നും ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ ഒബ്ജക്ട് ആക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടന്റ് ഫോഴ്സ് R ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം സ്ട്രിങ്ങിൽ എപ്പോഴും എങ്ങനെയാണ്, സ്ട്രിങ്, വയർ, കേബിൾ ഇതിലെങ്ങനെയാണ് പോയിന്റിന്റെ സെന്ററിൽ നിന്നും പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ അതിന് ടെൻഷൻ ഫോഴ്സ് ആയിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ സെൽഫ് വെയിറ്റ് എപ്പോഴും ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. സോ ഈ ഫോഴ്സുകളെല്ലാം മാറ്റി വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പോയിന്റിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വലിച്ചു നീട്ടി അപ്ലൈയിങ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റിൽ നിന്നും പുറത്തോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിട്ട് മാറ്റി കിട്ടും. സോ അങ്ങനെ സോൾവ് ചെയ്യുക.
ഇക്വേഷൻസിന്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ 3 ഫോഴ്സേ ഉള്ളുവെങ്കിൽ ഡയറക്ട്ലി നമുക്ക് ലാമീസ് തിയറവും അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ടെൻഷനും അൺനോൺ റിയാക്ഷനും ഫ്രം ദ വോളും കണ്ടുപിടിക്കും. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റിയാക്ഷൻ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി കോൺടാക്ട് സർഫസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ. സോ അതും അടുത്തൊരു സ്ലോഗൻ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതും എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ അപ്പ് പോസിറ്റീവ് റൈറ്റ് പോസിറ്റീവ് ഒരു സ്ലോഗൻ ആയിട്ട് എടുത്തു. അടുത്തൊരു സ്ലോഗൻ റിയാക്ഷൻ വിൽ ഓൾവേസ് ബി ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി കോൺടാക്ട് സർഫസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ ഒബ്ജക്ട്. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ റിയാക്ഷൻ എവിടെ ആക്ട് ചെയ്യുന്നു, എങ്ങനെ ആക്ട് ചെയ്യുന്നു, ഏത് ഡയറക്ഷനിൽ അതിന്റെ ആരോ ഇടേണ്ടി വരും എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയി. ഓക്കെ, ദെൻ ഫ്രീ ബോഡി ഡയഗ്രത്തിന്റെ പ്രോബ്ലംസ്. സ്റ്റെപ്പ് 1 റിസോൾവ് ദി ഫോഴ്സസ്, draw the FBD, then sigma fx ഉം sigma fy ഉം 0 ഇക്വേറ്റ് ചെയ്താൽ പ്രോബ്ലംസ് ആണ്. അപ്പം ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇതുപോലെ ബോളുകളൊക്കെ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ഡിച്ചിലൊക്കെ ഇരിക്കുന്ന പ്രോബ്ലംസ്. അപ്പം 3 സ്റ്റെപ്പ്: റിസോൾവ് ദി ഫോഴ്സസ്, draw the free body diagram, sigma fx 0, sigma fy 0. പിന്നെ ഇതിലൊരു ടിപ്പ് എന്ന് വെച്ചാൽ കണ്ടോ, when 2 or more spheres are there, start analyzing from the one having lesser number of unknowns. അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ആദ്യം എന്താണ് വില്ലന്മാരൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓരോരുത്തരായിട്ടൊക്കെ അറ്റാക്ക് ചെയ്യുള്ളൂ അല്ലെ, എല്ലാവരും കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരെ അനലൈസ് ചെയ്യുക, ഏതാണോ ലെസർ നമ്പർ ഓഫ് അൺനോൺസ് ഉള്ളത് ആ ലെസർ നമ്പർ ഓഫ് അൺനോൺസ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ അനാലിസിസിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. തിരിച്ച് ചെയ്താൽ ആൻസർ കിട്ടില്ല എന്നല്ല, പക്ഷെ നമ്മുടെ പ്രോബ്ലം ഒരു 2-3 പേജ് അങ്ങ് നീണ്ടും. ഓക്കെ, then using the dimensions given you have to find the direction of the various forces. എല്ലാ ആംഗിളും തന്നിട്ടുണ്ടാവില്ല. ഇത് ഇവിടെ ഇപ്പം 2 ബോൾ ഇരിക്കുന്നതേ ഉള്ളൂ, ബാക്കി ഇതിന്റെ ഇടയ്ക്ക് റിയാക്ഷൻ ഫോഴ്സ് എന്നത് ബോൾ പിക്കും ക്യൂക്കും ഇടയ്ക്ക് പോയിന്റ് ഡി ഒരു കോണ്ടാക്ട് പോയിന്റ് ആണ്. സോ അവിടെ കൂടെ എന്തുണ്ടാവും, റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ടുവേർഡ്സ് പിയും ആക്ട് ചെയ്യും, അതേ ഫോഴ്സ് ടുവേർഡ്സ് ക്യൂയിലോട്ടും ആക്ട് ചെയ്യും. ഓക്കെ, സോ പോയിന്റ് ഡിയിൽ 2 റിയാക്ഷൻ നോക്കി, ബോള് പിയുടെ അനാലിസിസ് എടുക്കാൻ നേരത്ത് ആ റിയാക്ഷൻ ആർ ഡി ആക്ടിങ് ടുവേർഡ്സ് പോയിന്റ് പി, അതുപോലെ സെയിം ആർ ഡി എന്ന് പറയുന്ന റിയാക്ഷൻ ഫോഴ്സ് ബോൾ ക്യൂവിന്റെ അനാലിസിസും ആക്ടിങ് ടുവേർഡ്സ് ക്യൂ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ സെയിം ഫോഴ്സ് 2 ബോളുകളിലോട്ടും എഫക്റ്റ് ഉണ്ട്. അതായത് ബോള് ക്യൂ കാരണം ബോള് പിയിൽ ചെറിയ ഒരു കംപ്രഷൻ വരും, ബോള് പി കാരണം ബോള് ക്യൂയിലോട്ടും ചെറിയൊരു റിയാക്ഷൻ ഒരു ഫോഴ്സ് വരും, ഒരു എഫക്റ്റ് വരും. സോ അതാണ് നമ്മൾ റിയാക്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ ഇൻക്ലൈൻഡ് സർഫസ് ആണ്, ഇൻക്ലൈൻഡ് സർഫസിൽ വെച്ച് നമ്മൾ ഫോഴ്സുകളൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഇത് ഈ ഒരു പ്രോബ്ലത്തിൽ എല്ലാം ക്ലിയർ ആക്കി കാണിച്ചിട്ടുണ്ട്. സോ ബെറ്റർ നിങ്ങൾ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ആദ്യം ഈ പ്രോബ്ലം, സോ ഇതിൽ തന്നിരിക്കുന്ന പ്രോബ്ലംസ് നിങ്ങൾ ആദ്യം ഇതിൽ നോക്കി പഠിച്ചതിന് ശേഷം ബുക്ക് അടച്ചിട്ട് തനിയെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. എവിടെയാണോ നിങ്ങൾക്ക് സ്റ്റക്ക് ആവുന്നത് അല്ലെങ്കിൽ തെറ്റുന്നത് അവിടെ വെച്ച് വീണ്ടും നോക്കി പഠിക്കുക. ഒന്നേന്ന് പ്രോബ്ലം വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കാം. പകുതിക്ക് ശേഷം ഇപ്പൊ എവിടെയാണോ വെച്ചത് അത് നിന്നത് അതിന്റെ ബാക്കിയല്ല ചെയ്യാൻ, വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ പഠിക്കുന്നത് ഇനി നന്നായിട്ട് പഠിച്ചങ്ങ് പോവുക. സോ ഇവിടെ പ്രോബ്ലത്തിന്റെ എന്താണ്, നമ്മൾ FBD വരച്ചു, ആദ്യം ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് വരച്ചു, പിന്നെ FBD വരച്ചു, ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് സോൾവ് ചെയ്യും. ലെസർ നമ്പർ ഓഫ് അൺനോൺസ് ഉള്ളതിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോബ്ലം അങ്ങ് നീണ്ടുപോകും. ഓക്കെ, സോ നെക്സ്റ്റ്, ഒരുപാട് ഫോഴ്സ് പല പോയിന്റിലോട്ട് ആക്ട് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ നമ്മൾ അതിന് നോൺ കൺകറന്റ് എന്നൊക്കെ പേരുണ്ട്. പക്ഷെ നിങ്ങൾ അതിന്റെ തിയറി പഠിച്ചാൽ മതി. ഒരുപാട് ഫോഴ്സ് പല സ്ഥലത്തായിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ നേരത്ത് മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, പൊസിഷനും കൂടെ കണ്ടുപിടിക്കണം. സോ ഈ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറമാണ് വാരിഗ്നൻസ് തിയറം. വാരിഗ്നൻസ് തിയറം ഓഫ് മൊമെന്റ്സ് എന്ന് പറയും. സോ ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് വേണം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, നോൺ കൺകറന്റ് ആയിട്ടുള്ള ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ. സോ ഇവിടെ ആക്ച്വലി സ്റ്റെപ്സ് 5 സ്റ്റെപ്പായിട്ട് തന്നിട്ടുണ്ടെങ്കിലും വി ക്യാൻ റെഡ്യൂസ് ഇറ്റ് ടു 3. ലാസ്റ്റത്തെ 3 സ്റ്റെപ്സ് മാത്രം മതി. ഫൈൻഡ് റിസൾട്ടന്റ്.
ഫൈൻഡ് ആൽഫ, ദെൻ ഫൈൻഡ് പൊസിഷൻ ഡി. എങ്ങനെയാണ് വാരിഗ്നൻസ് തിയറം പറയുന്നത്? ഇഫ് there are too many number of forces, the resultant or the moment due to resultant R will be sum of moments due to individual forces. അപ്പം നമുക്ക് പല ഫോഴ്സുകളുണ്ട്, F1, F2, F3 എക്സെട്ര. ഈ ഓരോ ഫോഴ്സിനും ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. ആ റൊട്ടേറ്റിംഗ് എഫക്റ്റുകളുടെ സം എന്ന് പറയുന്നതും റിസൾട്ടന്റിന്റെ റൊട്ടേറ്റിംഗ് എഫക്റ്റും ഈക്വൽ ആയിരിക്കും. സോ അതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ റിസൾട്ടന്റിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലം ഇതൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുക. നോക്കി, ഇവിടെ എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. നേരത്തെ പ്രോബ്ലങ്ങളിലൊക്കെ അങ്ങനെയല്ല. ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ ഒരു സെറ്റ് പ്രോബ്ലംസിൽ ഒരേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പല ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ റിസൾട്ടന്റും അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ 3 ഫോഴ്സ് 3 പോയിന്റ്, എയിൽ നിന്നും ബിയിലോട്ട്, ബി ടു സി, സി ടു ഇ, ഇങ്ങനെ പല പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതിപ്പോ നോക്കിയേ, ഇത് നമ്മുടെ മറ്റേ ഡോറിറ്റോ ചിപ്സിന്റെ ഷേപ്പിൽ ഇരിക്കുകയാണ്, ട്രയാങ്കിൾ ഷേപ്പിൽ അല്ലെ. ഇപ്പം ഇതുപോലൊരു ഒരു ചിപ്സിനെ എടുത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സുകൾ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഇൻ എഫക്ട് ആ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പം റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പുള്ള ഫോഴ്സുകളാണ്. ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഈ രീതിയിലൊക്കെ ഒരു കാർഡ്ബോർഡ് ഷേപ്പില്, ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫോഴ്സുകൾ അപ്ലൈ ചെയ്താൽ ആ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? റൊട്ടേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഫോഴ്സിന്റെ അനാലിസിസ് ആണെങ്കിൽ മൊമെന്റ് എടുക്കണം, വാരിഗ്നൻസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ. അപ്പം റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, പൊസിഷൻ. സോ മെത്തേഡ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് വൈ, റിസൾട്ടന്റ്, തീറ്റ. ഇത് നമ്മൾ ഇത്രയും നാളും ചെയ്തു. ഇനി പൊസിഷൻ, അതായത് റിസൾട്ടന്റ് എവിടെ കൂടെ പാസ് ചെയ്യുന്നു, പോയിന്റ് എയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറി പാസ് ചെയ്യുന്നു, അതാണ് ഈ മൊമെന്റ് വെച്ച്, വാരിഗ്നൻസ് തിയറം വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പം ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോഴ്സ് ഏത് പോയിന്റ്, ഇവിടെ ഒരു ടിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. Moment will be there only if there is distance between the line of action of force and point about which moment is to be formed. അതായത് ഇപ്പം ഈ ഒരു എക്സാമ്പിളില് ഈ സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, പോയിന്റ് എയുടെ ഒരു ലൈൻ ഉണ്ട്, പോയിന്റ് എ അല്ലെങ്കിൽ ലൈൻ എ ബി. ഈ ലൈൻ എ ബിയിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് എ. ആ ലൈൻ എ ബിയിൽ കൂടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് 200 cos 60. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള 200 എന്ന് പറയുന്ന ഒരു ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. സോ 200 cos 60 പോയിന്റ് എ കൂടെ തന്നെ പാസ് ചെയ്യുവാണെങ്കിൽ അതിന് മൊമെന്റ് ഇല്ല. പക്ഷെ 200 cos 60 ഒരു ഡിസ്റ്റൻസ്, എത്രയെങ്കിലും ഡിസ്റ്റൻസിൽ മാറിയാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോഴ്സ് മൊമെന്റിന് കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റൊട്ടേറ്റിംഗ് എഫക്റ്റ് എടുക്കണ്ട, മൊമെന്റ് ഇല്ല. ഫോഴ്സ് പോയിന്റിൽ കൂടെ തന്നെ പാസ് ചെയ്യുവാണെങ്കിൽ മൊമെന്റ് എടുക്കണ്ട. ഓക്കെ, സോ ഇത് നമ്മളിപ്പം നോക്കിയ എല്ലാത്തിന്റെയും ഒരു ആപ്ലിക്കേഷൻ ആണ്, ഒരു പ്രോബ്ലം. സോ ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ്, ഇതിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സുകളൊന്നും ഇല്ല, എല്ലാം വെർട്ടിക്കൽ ഫോഴ്സുകൾ മാത്രം. പക്ഷെ പല പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. പല പോയിന്റിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം? മൊമെന്റ് എടുത്തോണം. എല്ലാം ഒരു പോയിന്റിലാണെങ്കിൽ പാരലലോഗ്രാമിലോ അല്ലെങ്കിൽ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ മതി. പല പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൊമെന്റിന്റെ കൂടെ എടുത്ത് വേണം സോൾവ് ചെയ്യാൻ. സോ സിഗ്മ എഫ് എക്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു, തീറ്റ കണ്ടുപിടിച്ചു, മൊമെന്റ് എടുത്തു, എക്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഫൈനലി കിട്ടുന്ന റിസൾട്ടിനെ ഇങ്ങനെയും കൂടെ ഒന്ന് റെപ്രസെന്റ് ചെയ്യണം. റിസൾട്ടന്റിന്റെ വാല്യൂ വെച്ചിട്ട് ഡിസ്റ്റൻസ് എക്സും കൂടെ വെച്ചിട്ട് കാണിച്ചു തരണം. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയി. നെക്സ്റ്റ് മൊഡ്യൂൾ 2. അപ്പം ഇതിൽ ഇമ്പോർട്ടന്റ് തിയറി ടോപ്പിക്സ് ആദ്യമേ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. അപ്പം ഈ ടോപ്പിക്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് സപ്പോർട്ട് റിയാക്ഷൻ ആണ്. ഒന്നുമില്ല, നമ്മൾ തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത ഇതേ പ്രോബ്ലം തന്നെയാണ് അങ്ങോട്ടേക്കും വരുന്നത്. ഓക്കെ, ചെറിയൊരു വ്യത്യാസം, ഫിഗറില് നമ്മൾ തൊട്ട് മുമ്പ് നോക്കി ഈ ഒരു ഫിഗറിൽ എല്ലാം ഫോഴ്സ് ആയിട്ട് തന്നെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്.
സപ്പോർട്ട് റിയാക്ഷന്റെ പ്രോബ്ലത്തിൽ ഇതുപോലെ ഈ താഴെ കാണിച്ചിരിക്കുന്ന പോലെ ട്രയാങ്കിളും അതിന്റെ താഴെ ഇതുപോലെ സർക്കിളും, ചിലപ്പോൾ അതിങ്ങനെ ഇൻക്ലൈൻഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ ട്രയാങ്കിളും അതിന്റെ താഴെ ഇങ്ങനെ ഹാച്ച്ഡ് ലൈൻസ് മാത്രം. ഇങ്ങനെയൊക്കെയുള്ള റെപ്രസെന്റേഷൻ വരുമ്പം എങ്ങനെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം? ഇവിടെ റൈറ്റ് സൈഡ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആകെ ഈ 2 കേസേ ഉള്ളൂ. അപ്പൊ ആ ഉള്ള 2 കേസ് നല്ലോണം നോക്കിയിരിക്കാം. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി ഇതിന്റെ ബേസിക് തിയറി ഒരുപാടുണ്ട്, ഇതെന്താണെന്നും ഇതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ. പക്ഷെ നമുക്ക് തൽക്കാലം എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ജയിക്കാനുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഇതുപോലെ ട്രയാങ്കിളിന്റെ അടിയിൽ സർക്കിൾ വരച്ച് കാണിക്കുവാണെങ്കിൽ ഇതിനെ ഇങ്ങനെ ഒരു ഫിഗർ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് അറ്റ് എ. സർഫസ് ഇൻക്ലൈൻഡ് ആണ്, അതിലിരിക്കുന്ന ഇതുപോലുള്ള ഒരു സപ്പോർട്ട് ആണെങ്കിൽ, സോ ഇതൊക്കെ സപ്പോർട്ടാണ് കേട്ടോ, അങ്ങനെയുള്ള സപ്പോർട്ട് ആണെങ്കിൽ ഇൻക്ലൈൻഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ എ. അതുപോലെ ട്രയാങ്കിൾ മാത്രം അതിൽ ഇതുപോലെ ഹാച്ചിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് വിത്ത് ഒരു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ്. ദെൻ ഇവിടെ തന്നിരിക്കുന്ന ഒരു ടിപ്പും കൂടിയുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചിലപ്പം തന്നിരിക്കുന്നത് നോക്കി ഈ സെക്കൻഡ് ഫിഗറിൽ തന്നിരിക്കുന്നത് പോലെ, സോ ഈ സെക്കൻഡ് ഫിഗറിൽ തന്നിരിക്കുന്നത് പോലെ സപ്പോർട്ട് ചിലപ്പം ഇൻക്ലൈൻഡ് ആയിരിക്കാം. അതിന്റെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഫോഴ്സസിന്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇത് കുറച്ചൊരു ടാസ്ക് ആണ്. അതായത് ഈ ഒരു ഫസ്റ്റ് സെന്റൻസ്, ഇഫ് ആംഗിൾ ബിറ്റ്വീൻ 2 planes is theta, their perpendiculars will also make angle theta. If angle between 2 planes is theta, their perpendiculars will also make angle theta. അത് ശ്രദ്ധിച്ചോണം. Then നമുക്ക് സോൾവ് ചെയ്യാൻ നേരത്ത് ടേക്ക് മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് വേർ മാക്സിമം നമ്പർ ഓഫ് ഫോഴ്സസ് പാസ് ത്രൂ. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ അടിച്ചങ്ങ് മൊമെന്റ് 0 ആയിട്ട് പോകും. കാരണം നമുക്ക് കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ കൂടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് 0 ആണ്. അപ്പം ഏത് പോയിന്റിൽ കൂടെയാണോ മാക്സിമം ഫോഴ്സുകൾ പാസ് ചെയ്തു പോകുന്നത് ആ പോയിന്റിന് എബൌട്ട് ആയിട്ട് മൊമെന്റ് എടുത്ത് അനലൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഫോഴ്സുകൾ അങ്ങ് റെഡ്യൂസ് ചെയ്ത് 0 ആയിട്ട് പൊക്കോളും. Then forces should be drawn acting away from the point. If moment is already there, don't again multiply with the distance. അപ്പൊ മൊമെന്റ് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഓൾറെഡി മൊമെന്റ് ആയിട്ട്, അതായത് കിലോ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആയിട്ട് തന്നെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഇറ്റ്സ് ഓൾറെഡി എ മൊമെന്റ്. സോ എക്സാമ്പിൾ പ്രോബ്ലം കാണിച്ചിട്ടുണ്ട്. A beam 6 meter long is loaded as shown. Calculate reactions at E. So നോക്കിയേ, ഫിഗർ തന്നിട്ടുള്ളത് ഒരു ട്രയാങ്കിളും അതിന്റെ താഴെ 2-3 ലൈനും ഇൻക്ലൈൻഡ് ലൈൻ. ഇവിടെ ട്രയാങ്കിളിന്റെ താഴെ ഇതുപോലെ റോളർ സപ്പോർട്ടാണ് ഇതിന് പറയുന്നത്. സോ എന്തിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം അത് മാത്രം നിങ്ങളിപ്പോ തൽക്കാലം നോക്കിയാൽ മതി. ഓക്കെ, സോ ഈ റോളർ സപ്പോർട്ടിന് പകരം ഒരു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ട്. അതുപോലെ സോ ഇതെങ്ങനെയാ നമ്മൾ നോക്കി, ഇതാണ് അതിന്റെ ബേസ്. ട്രയാങ്കിളും അതിന്റെ അടിയിൽ കുറച്ച് സർക്കിളും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വെർട്ടിക്കൽ റിയാക്ഷൻ ആയിട്ട് മാർക്ക് ചെയ്യുക. ബട്ട് ഇവിടെ അത് ഓൾറെഡി ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഒരു ഹൊറിസോണ്ടലും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് മാറ്റി വരച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ട്രയാങ്കിളിന്റെ അടിയിൽ ഈ ഹാച്ചിങ് ആണ്. സോ ഈ ഒരു ഫിഗർ വന്നാൽ അതിന് പകരം ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ അറ്റ് എയും ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എയും എടുക്കണം. So step 1, draw the free body diagram. Step 2, sigma fx 0, sigma fy 0, sigma m 0 വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. സോ ഇത് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഇക്വേഷൻസ് ഫോം ചെയ്യും. ഇക്വേഷൻസിനെ പരസ്പരം സോൾവ് ചെയ്തിട്ട് നമുക്ക് അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ ഈ ഒബ്ജക്റ്റ് എല്ലാം അനങ്ങാതിരിക്കുവാണ്, ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ സിഗ്മ fx 0, സിഗ്മ fy 0, സിഗ്മ m 0 എടുത്ത് വെച്ച് സോൾവ് ചെയ്യുന്നത്. അതുപോലെ മൊമെന്റ് എടുക്കാൻ നേരത്തെ പോയിന്റ് എക്കും മൊമെന്റ് എടുക്കാം, ബിക്കും മൊമെന്റ് എടുക്കാം. സോ ഏത് പോയിന്റിൽ കൂടെയാണോ മാക്സിമം ഫോഴ്സുകൾ പാസ് ചെയ്യുന്നത്, ഇവിടെ ഇപ്പം ഏകദേശം രണ്ടും സെയിം ആണ്. കഴിയുന്നതും ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റിൽ വേണം നമ്മൾ മൊമെന്റ് എടുക്കാൻ. റൈറ്റിലോട്ട് എടുത്താൽ തെറ്റെന്നല്ല, പക്ഷെ നമുക്ക് അതിന്റെ അനാലിസിസ് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആവും.
അപ്പൊ നമ്മൾ തമ്പ് റൂൾ വെച്ച് പറയാൻ നേരത്ത് ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റിൽ തമ്പ് ഫിക്സ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ആ ലോഡിന്റെ ഡയറക്ഷൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ സ്ക്രീൻഷോട്ട് എടുത്തു, ഈ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുക. ഏതൊരു എക്സാമ്പിൾ പ്രോബ്ലം? എമി, എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ എമി? മാം PDF ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ PPT ഞാനങ്ങ് ഷെയർ ചെയ്തേക്കാം. ഓക്കെ മാം. ഓക്കെ, ഞാൻ എമിക്ക് സെൻഡ് ചെയ്താൽ മതിയല്ലോ. മാം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ യൂട്യൂബിൽ ഇടും, അപ്പം അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് സെൻഡ് ചെയ്താൽ മതി. ശരി ശരി ശരി. അപ്പം ഇത് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നോക്കിയേ, പോയിന്റ് എയിലും ബിയിലും നേരത്തെ പറഞ്ഞ ആ ട്രയാങ്കിൾസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ട്രയാങ്കിൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ട്രയാങ്കിളിന്റെ അടിയിൽ ഇതുപോലെ ലൈൻ മാത്രം ഉണ്ടെങ്കിൽ അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്ത് RAH ആൻഡ് RAV. ഇവിടെ ട്രയാങ്കിളിന്റെ അടിയിൽ സർക്കിൾ ഉണ്ടെങ്കിൽ അതിൽ വെർട്ടിക്കൽ ആയിട്ട് മാത്രം ഒരു ഫോഴ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. നേരത്തെ കേസിൽ ഇൻക്ലൈൻഡ് ആയിരുന്നത് കൊണ്ടാണ് അവിടെ RBHും RBVയും ആയിട്ട് മാർക്ക് ചെയ്തത്. ഇവിടെ അത് ഹൊറിസോണ്ടൽ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് അതിന് സിംഗിൾ ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി ഇവിടെ നോക്കിയേ, 8 kN മീറ്റർ എന്ന് പറയുന്ന ഒരു മൊമെന്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 8 kN മീറ്റർ ആയിട്ടുള്ള ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ്. അപ്പം അത് എവിടെ നോക്കിയേ, ഇവിടെ മൊമെന്റ് എടുക്കുന്ന സമയത്ത് 8 ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് +8 എന്ന് മാത്രം ഇട്ടാൽ മതി. ഇത് എല്ലാവർക്കും തെറ്റാറുണ്ട്. 8 kN ആക്ടിങ് അറ്റ് പോയിന്റ് C. അപ്പം വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ മൊമെന്റ് എടുക്കാൻ നേരത്ത് 2 + 2 4 എന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൊമെന്റ് ആയിട്ട് തന്നെ തന്നിരിക്കുവാണെങ്കിൽ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. ഇറ്റ്സ് ഓൾറെഡി എ റൊട്ടേറ്റിംഗ് മൊമെന്റ്. ഓക്കെ, അതിന്റെ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. 8 kN മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. യൂണിറ്റ് നോക്കുക, ഫോഴ്സും ഡിസ്റ്റൻസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് അവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് kN മീറ്റർ എന്ന് വന്നത്. സോ വീണ്ടും അതിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. സോ RB ആൻഡ് RA വാല്യൂസ് കിട്ടി, സോൾവ് ചെയ്ത് കിട്ടി. സോ സെക്കൻഡ് മൊഡ്യൂളിലെ നെക്സ്റ്റ് ചാപ്റ്റർ ഫ്രിക്ഷൻ. സോ ഫ്രിക്ഷനും സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ചാപ്റ്ററിന്റെ പേര് ചെറുതായിട്ടൊന്ന് മാറുന്നതേ ഉള്ളൂ. ഫോഴ്സും അതിന്റെ അനാലിസിസും ബാക്കി എല്ലാം സെയിം. ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുത്ത് വെച്ച് സോൾവ് ചെയ്യണം. ഇവിടെ എക്സെപ്ഷൻ ആയിട്ടുള്ളത് ഫോഴ്സുകളെല്ലാം നമുക്ക് ഡയറക്റ്റ്ലി കാണിച്ചു തന്നിട്ടുണ്ടാവില്ല. ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പം ഇതും സ്റ്റാറ്റിക്സ് തന്നെയാണ്. ഇപ്പം മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് ഫ്രിക്ഷൻ പറയാറുള്ളൂ. പക്ഷെ ഇവിടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്നല്ല, മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ അനാലിസിസ് ആണ്. അതുകൊണ്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തുണ്ടാവും? അവിടെ ഒബ്വിയസ്ലി ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. മൂവ് ചെയ്യുന്നതിന്റെ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ ഫോമിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, F = μr. അപ്പം അവിടെയും 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 3 സ്റ്റെപ്പ് നോക്കി. ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം, ടേക്ക് σFi, Fx = 0, σFy = 0. അപ്പം ഇതിൽ കുറച്ച് ടിപ്സ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ. അപ്പ് പോസിറ്റീവ്, റൈറ്റ് പോസിറ്റീവ്. സർഫസ് ഇറ്റ്സെൽഫ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ടേക്ക് X ആക്സിസ് പാരലൽ ടു ദ പ്ലെയിൻ ആൻഡ് Y ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. പ്രോബ്ലം കാണുമ്പോൾ മനസ്സിലാവും. സെൽഫ് വെയ്റ്റ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്. Reaction at all contact surface acting perpendicular to contact surface towards the center of body. Friction force opposite to the direction of motion. If string or cable is connected, take it as tension force acting away from the center. നമ്മൾ നേരത്തെ നോക്കിയ സെയിം കാര്യം. If angle between two planes is theta, their perpendiculars will also make angle theta. അപ്പം ഇതൊക്കെ ആ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ വരേണ്ട കുറച്ച് എന്താണ് റൂൾസ് ആണ്. ഇതൊക്കെ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയെങ്കിൽ ഇങ്ങനെ എടുക്കണോ എന്നുള്ള കണ്ടീഷൻസ് ഓൾറെഡി പറയണം. അപ്പൊ നോക്കി, ഇത് സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻ. An effort of 200 Newton is required just to move a certain body up on an inclined plane of angle 15. The force acting parallel to the plane
if the angle of inclination of the plane is made 20 degree, the effort required again applied parallel to the plane is found as 230 Newton. Find the weight of the body and the coefficient of friction. അപ്പം എന്തോ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന്റെ അനാലിസിസ് ആണ്. രണ്ട് ടൈപ്പിലുള്ള അനാലിസിസ്, രണ്ട് കേസസ് പറയുന്നുണ്ട്. ആദ്യം 200 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു, രണ്ടാമത് 230 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. അപ്പൊ രണ്ട് കേസ് ആവും, രണ്ട് ഇക്വേഷൻ ഉണ്ടാവും. കേസ് 1 എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. സിഗ്മ എഫ് എക്സ് 0, സിഗ്മ എഫ് ബൈ 0. രണ്ടാമത്തെ കേസിന് ഫ്രീ ബോഡി ഡയഗ്രാം സിഗ്മ എഫ് എക്സ് 0, സിഗ്മ എഫ് ബൈ 0. സോ ഈ കണ്ടീഷൻസ് ഒക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അൺനോൺ വാല്യൂസ് കിട്ടിക്കണം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വരയ്ക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ഫോഴ്സ്. ഓക്കെ, സോ കേസ് 1 ഫ്രീ ബോഡി ഡയഗ്രാം ആണ് ഈ ലെഫ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിയേ, 200 ന്യൂട്ടൺ മുകളിലോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷനില് ഫ്രിക്ഷൻ ഫോഴ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? സോ ദിസ് ഈസ് ഫ്രിക്ഷൻ ഫോഴ്സ്. മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യും. ഒബ്ജക്റ്റ് റൈറ്റിലോട്ട് മുകളിലോട്ട് കയറി പോകുന്ന, കാരണം 200 ന്യൂട്ടൺ മുകളിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ താഴോട്ട് ഫ്രിക്ഷൻ ഫോഴ്സ് മാർക്ക് ചെയ്തിരിക്കണം. ഇത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നോന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തേക്കണം. അതുപോലെ സെൽഫ് വെയിറ്റ് എപ്പോഴും ആക്ടിങ് പെർപെൻഡിക്കുലർലി ഡൗൺവേർഡ് ആണ്. പക്ഷെ കോൺടാക്ട് സർഫസ് ചരിഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് വെയിറ്റ് ചരിയണമെന്നില്ല. പക്ഷെ വെയിറ്റിന്റെ കമ്പോണന്റ് കൺസിഡർ ചെയ്യണം. W sin 15 W cos 15. കണ്ടോ? കാരണം weight W will be acting like this. So this is W making 15 degree. അപ്പം ഈ 15 ഡിഗ്രിയുടെ തിയറി നോക്കിയേ, ഇതിലെ ലാസ്റ്റ് പോയിന്റ്, if angle between two planes is theta, their perpendiculars will also make angle theta. അപ്പം ഞാൻ ഇവിടെ അതിന്റെ ഫിഗർ ഒന്ന് വരച്ച് കാണിച്ചേക്കാം. ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനും ഇതുപോലൊരു ഇൻക്ലൈൻഡ് ലൈനും, ഇത് രണ്ടിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 15 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഒബ്ജക്റ്റ് ഇരിക്കുമ്പോ എന്തുണ്ട് പറ്റും? ഒബ്ജക്റ്റിന്റെ സെന്ററിലോട്ട് ഇതുപോലെ റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇതാണ് ഒബ്ജക്റ്റിന്റെ സെന്റർ. പെർപെൻഡിക്കുലർ ടു ദി കോൺടാക്ട് സർഫസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ, റിയാക്ഷൻ ഫോഴ്സ് മാർക്ക് ചെയ്യും. അതുപോലെ ആ സെന്ററിൽ നിന്നും സെൽഫ് വെയിറ്റ് താഴോട്ട് ഇതുപോലെ ആക്ട് ചെയ്യും, ഇല്ലേ? അപ്പോ ഈ ഒരു ഇൻക്ലിനേഷൻ, ഈ രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ഇൻക്ലിനേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന രണ്ട് ലൈൻസിന് അല്ലെങ്കിൽ രണ്ട് പ്ലെയിനിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ their perpendiculars will also make angle theta. ഈ ഒരു ഫസ്റ്റ് വരച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു വെയിറ്റിന്റെ കമ്പോണന്റ്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു പെർപെൻഡിക്കുലർ കമ്പോണന്റ്. സോ ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ത് തന്നെയായിരിക്കും? നേരത്തെ സെയിം ആംഗിൾ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പം അത് ഫിഗർ സോൾവ് ചെയ്താണ് ഇപ്പൊ കാണിച്ചത്. നിങ്ങൾ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഇഫ് ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് ഇസ് തീറ്റ, their perpendiculars will also make angle theta. ഓക്കെ, സോ അത് വെച്ചിട്ട് ഫോഴ്സുകളെല്ലാം മാർക്ക് ചെയ്തു. ഇപ്പം ഫ്രിക്ഷൻ ഫോഴ്സ് ഈ ഒരു സർഫസിലാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആസ് എ സിസ്റ്റം സോൾവ് ചെയ്യാൻ നേരത്ത് എക്സ് ആക്സിസിലെ ഫോഴ്സ് വൈ ആക്സിസിലെ ഫോഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഈ ഫിഗറിൽ നോക്കിയ റിയാക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. വെയിറ്റിന്റെ കമ്പോണന്റ് W cos 15 W sin 15, 200 ന്യൂട്ടൺ അപ്വേർഡ് ഡയറക്ഷൻ, ആക്ടിങ് അപ്വേർഡ് ഡയറക്ഷൻ അലോങ് ദ പ്ലെയിൻ. ഫോഴ്സുകൾ റിസോൾവ് ചെയ്യുക. സിഗ്മ എഫ് എക്സ് 0, സിഗ്മ എഫ് ബൈ 0. സിമിലർലി സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം, അവിടെയും ഇതൊക്കെ തന്നെയാണ് ഫോഴ്സുകൾ. ആംഗിൾ വാല്യൂ മാറി, ഫോഴ്സ് വാല്യൂ മാറി. രണ്ട് ഇക്വേഷൻ വീണ്ടും കിട്ടും. സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അൺനോൺ ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും വെയിറ്റ് ഓഫ് ദി ബോഡി. ഓക്കെ, സോ ഇതുപോലെ ബ്ലോക്കുകളുടെ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഈ ഒരു ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് ബ്ലോക്ക് ഫ്രിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കണക്റ്റഡ് ബോഡീസ് ഉണ്ട്, ലാഡർ ഫ്രിക്ഷൻ ഉണ്ട്, വെഡ്ജ് ഫ്രിക്ഷൻ ഉണ്ട്. ബ്ലോക്ക് ഫ്രിക്ഷന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എളുപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വെഡ്ജ് ഫ്രിക്ഷൻ ആണ്
കുറച്ചുകൂടെ അഡീഷണൽ ഫോഴ്സ് വരും, കുറച്ചും കൂടെ അഡീഷണൽ കേസസ് കൺസിഡർ ചെയ്യണം. ഇവിടെ ഈ ഒരു പോയിന്റുകളെല്ലാം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷൻ എടുക്കണം. പിന്നെ വെഡ്ജിന്റെ വെയിറ്റ് നെഗ്ലക്ട് ചെയ്യണം. ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് വെഡ്ജ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആപ്പ് എന്ന് പറയുന്നില്ലേ, മൊബൈലുള്ള ആപ്പ് അല്ല, ഇപ്പം എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിനെ നമുക്ക് വലുതാക്കി അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ പൊക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇതുപോലെ ആപ്പുകൾ അടിച്ച് കയറ്റാറുണ്ട്. സോ അതിന് നമ്മൾ വെഡ്ജ് എന്ന് പറയും. സോ ആ വെഡ്ജിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് ഉയർത്തേണ്ട ബ്ലോക്കിന്റെ വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അനാലിസിസ് കുറച്ച് മാറും. അപ്പം ഈ പോയിന്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പ്രോബ്ലം തന്നിട്ടുണ്ട്, നോക്കുക. പിന്നെ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ലാഡർ ഫ്രിക്ഷന്റെ പ്രോബ്ലം ആണ്. ഓക്കെ, സോ ലാഡർ ഫ്രിക്ഷന്റെ പ്രോബ്ലത്തിലും സെയിം നമ്മൾ ഇതിന് മുമ്പുള്ള സപ്പോർട്ട് റിയാക്ഷൻ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ നോൺ കൺകറന്റ് ഫോഴ്സിന്റെ കാര്യം പഠിച്ചതുപോലെ ഡ്രോ എഫ് ബി ഡി, സിഗ്മ എഫ് എക്സ് 0, സിഗ്മ എഫ് വൈ 0, സിഗ്മ എം 0. ഓക്കെ, ഇവിടെയും ലാഡർ തെന്നി മാറാൻ തുടങ്ങുന്ന സമയത്തെ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പം അതിന്റെ മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ആക്ട് ചെയ്യും, ഫോഴ്സ് ആക്ട് ചെയ്യും. അതേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതിന്റെ തിയറി വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, 15 meter ലോങ്, റെസ്റ്റ് വിത്ത് വൺ എൻഡ് ഓൺ എ സ്മൂത്ത് വെർട്ടിക്കൽ വാൾ. അപ്പം സ്മൂത്ത് എന്ന് കണ്ടാൽ മനസ്സിലാക്കണം അവിടെ ഫ്രിക്ഷൻ ഇല്ല, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ 0. And other end on a rough horizontal floor having mu 0.4, find whether a man whose weight is 4 times that of the ladder climb up to the top of the ladder without slipping. The foot of the ladder is at a distance of 6 meters from the vertical wall. അപ്പം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലാഡർ ആണ്, പക്ഷെ സെൽഫ് വെയിറ്റ് താഴോട്ട്, റിയാക്ഷൻസ്, ഫ്രിക്ഷൻ ഫോഴ്സ്, ഇതെല്ലാം സൂക്ഷിച്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ മതിലിൽ ചാരി വെച്ചിരിക്കുന്ന ഒരു ലാഡറിന്റെ കേസിൽ ലാഡർ തെന്നി മാറുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അതിന്റെ ടോപ്പ് പോയിന്റ് വാൾ സർഫസിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് സ്ലൈഡ് ചെയ്യും. ബോട്ടം മോസ്റ്റ് പോയിന്റ് ഫ്ലോറിൽ എവേ ഫ്രം ദ വാൾ ആക്ട് ചെയ്യും. അപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് മാർക്ക് ചെയ്യണമെന്ന് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ റിയാക്ഷൻസും ഫ്രിക്ഷൻ ഫോഴ്സും മാർക്ക് ചെയ്തു. സിഗ്മ എഫ് എക്സ് 0, സിഗ്മ എഫ് വൈ 0, സിഗ്മ എം 0. അപ്പം ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റിന് മൊമെന്റ് എടുക്കാനാണ് നമുക്ക് എളുപ്പമെങ്കിൽ അങ്ങനെ എടുക്കുക. ഇനി എന്താണ് നമുക്ക് ലെഫ്റ്റ് ബോട്ടം മോസ്റ്റ് പോയിന്റിലുള്ള മൊമെന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോഴ്സുകൾ ഏത് പോയിന്റിൽ കൂടെയാണോ പാസ് ചെയ്യുന്നത് ആ പോയിന്റിലുള്ള മൊമെന്റ് എടുത്താൽ അത്രയും ഫോഴ്സുകളുടെ മൊമെന്റ് നമുക്ക് പിന്നെ എടുക്കേണ്ട കാര്യമില്ല. അതെല്ലാം ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സുകൾ ആയിരിക്കുന്നത് കൊണ്ട് മൊമെന്റ് 0 ആകും. അങ്ങനെ ഒരു ടിപ്പ് ഉണ്ട്, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത അതേ സെയിം കാര്യം തന്നെയാണ്. സോ ഇതിലിപ്പം പ്രോബ്ലംസ് വരുന്നത് ഈ ഒരു ലാഡറിൽ ഒരു പേഴ്സൺ കയറുന്നുണ്ടാവും, എത്ര ഡിസ്റ്റൻസ് വരെ അയാൾ സേഫ് ആയിട്ട് കയറി പോകും. ഓക്കെ, സോ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ച് സോൾവ് ചെയ്ത് ആ ഡിസ്റ്റൻസ് എക്സ് വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് മൊഡ്യൂൾ 3. നമ്മൾ ഈ മൊഡ്യൂൾ 3യും കൂടെ മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മൊഡ്യൂൾ 3യിൽ 2 ചാപ്റ്റേഴ്സ്, സെൻട്രോയിഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ചാപ്റ്റർ, കുറച്ചധികം ഫോമുലകളുണ്ട്. എല്ലാ ഫോമുലയും ഇവിടെ കാണിച്ചിട്ടില്ല, ഒരു എക്സാമ്പിൾ പ്രോബ്ലം ഞാൻ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ അവൈലബിൾ ആയിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലില് ആ ഫോമുലകളെല്ലാം ഉണ്ടാവും. സെൻട്രോയിഡിനും ഒരുപാട് ഫോമുലയുണ്ട്, മൊമെന്റ് ഓഫ് ഇനേർഷ്യയ്ക്കും ഫോമുലയുണ്ട്. സോ ആ ഫോമുലകൾ നല്ലതുപോലെ ഒരു പല തവണ ഒന്ന് എഴുതി പഠിക്കുക. അതിലും തന്നെ സർക്കിള്, ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, ഈ 3 ഷേപ്സ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് പല കോമ്പിനേഷൻസ് ആയിട്ട് ചോദിക്കാറുള്ളത്. അത് നിങ്ങൾക്ക് തന്നെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലുള്ള പ്രോബ്ലംസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ഈ 3 ഫിഗേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കോമ്പിനേഷൻസ് ആക്കി തരാറുള്ളത്. സർക്കിള്, ട്രയാങ്കിള്, റെക്റ്റാങ്കിൾ. ഓക്കെ, ശരി. അപ്പം ഇതിലുള്ള ഇമ്പോർട്ടന്റ് തിയറി നോക്കിയേക്കുക, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സെൻട്രോയിഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒരു മാസ് ഉള്ള അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഉള്ള ഓബ്ജക്റ്റിന്റെ സെന്റർ പോയിന്റിന് അല്ലെങ്കിൽ ദ പോയിന്റ് അബൌട്ട് വിച്ച് ദ വെയിറ്റ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്, അതിനെ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഒരു പ്ലെയിൻ ഏരിയയുടെ സെന്ററിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സോ അത് കണ്ടുപിടിക്കാനുള്ള
ഫോർമുല എക്സ് ബാറും വൈ ബാറും. അപ്പം അതിന്റെ കോർഡിനേറ്റ്, ആ സെന്റർ എവിടെയാണ് എന്ന് നമ്മൾ സ്പെസിഫിക്കലി എക്സ് കോമ വൈ വാല്യൂ വെച്ച് കണ്ടുപിടിക്കുന്നതാണ് എക്സ് ബാറും വൈ ബാറും. സോ സെൻട്രോയിഡിന്റെ വാല്യൂ എഴുതാൻ നേരത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഒരു വാല്യൂ, കോമ ഇട്ട് സെക്കൻഡ് വാല്യൂ. സോ ഫസ്റ്റ് വാല്യൂ റെപ്രസെന്റ് എക്സ് ഡിസ്റ്റൻസ്, സെക്കൻഡ് വാല്യൂ റെപ്രസെന്റ് വൈ ഡിസ്റ്റൻസ്. നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നില്ല. അപ്പം പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് വാല്യൂസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചാൽ മതി. പ്രോബ്ലം ലെങ്തി ആക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കൊരു ടേബിൾ വരച്ച് നീറ്റ് ആയിട്ട് വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അത് സെൻട്രോയിഡ് മാത്രമല്ല, മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പം റൈറ്റ് സൈഡിൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ടേബിൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഐറ്റം, ഏരിയ, എക്സ് വാല്യൂ, വൈ വാല്യൂ, എ എക്സ്, എ വൈ. ഇത്രയും വാല്യൂ ഓൾറെഡി ഓരോ ഫിഗറിനും, ഇപ്പം നമ്മൾ മിക്കവാറും ഫിഗേഴ്സ് വരുന്നത് സിംഗിൾ ഫിഗർ ആയിട്ടായിരിക്കില്ല, കോമ്പോസിറ്റ് ഫിഗർ ആയിരിക്കും. അതായത് ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നതായിട്ടോ, ട്രയാങ്കിളും റെക്ടാങ്കിളും ജോയിൻ ചെയ്തതായിട്ടോ, അല്ലെങ്കിൽ ട്രയാങ്കിളിൽ നിന്ന് റെക്ടാങ്കിൾ മൈനസ് ചെയ്തതായിട്ടോ, അങ്ങനെയുള്ള പല കോമ്പിനേഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഫോർമുലയില് ഡിഡക്ട് ചെയ്യുവാണെങ്കിൽ മൈനസ് ഇടണം. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. a1x1 മൈനസ് a2x2, ചിലപ്പം മൈനസോ പ്ലസ് a3x3, അങ്ങനെ രീതിയിൽ ഫോർമുല മാറും. അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ ഫോർമുല അറിയാം, ബാക്കി ഈ ടേബിൾ ഫോർമാറ്റ് ഫോളോ ചെയ്യുക. ഏരിയ, എക്സ്, വൈ, എ എക്സ്, എ വൈ. അപ്പം ഇനി നമ്മൾ ഇതിപ്പം സ്ക്രീൻഷോട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ മെറ്റീരിയൽ നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇതേപോലെയുള്ള 2-3 എക്സാമ്പിൾ പ്രോബ്ലംസ് നോക്കുക. പ്രോബ്ലം പഠിച്ചതിന് ശേഷം, അതായത് ഈ ഒരു 3 സ്റ്റെപ്പ് പഠിച്ചു വെച്ചതിന് ശേഷം, ഇതിൽ പറയുന്ന സ്റ്റെപ്സ് പഠിച്ചതിന് ശേഷം ആ പ്രോബ്ലംസ് നിങ്ങൾ ഈ മെത്തേഡിൽ ചെയ്ത് നോക്കുക. അപ്പം ഒരു മെത്തേഡിൽ ഒരു 2 പ്രോബ്ലം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്തായാലും എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അപ്പം ഇത് അതിനുള്ള കുറച്ച് ടിപ്സ് വായിച്ചോളുക. സോ ഇത് എക്സാമ്പിൾ പ്രോബ്ലം. അപ്പം എപ്പോഴും ലെഫ്റ്റ് ബോട്ടം മോസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ റെഫറൻസ് അല്ലെങ്കിൽ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്ത് സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിഗറിൽ വരച്ച് കാണിക്കുകയും വേണം നമ്മൾ എടുത്ത റെഫറൻസ് എവിടെയാണ്, ആ റെഫറൻസ് ആക്സസ് ഏതാണ്, നമ്മുടെ ഒറിജിൻ ഏതാണെന്ന് കാണിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സെൻട്രോയിഡിന്റെ പൊസിഷൻ മാർക്ക് ചെയ്ത് കാണിക്കുക. ഓക്കെ, സോ പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നിരിക്കുന്ന ഫിഗറിനെ ഡിവൈഡ് ചെയ്യുക. ഫൈൻഡ് ദ റെഫറൻസ് ആക്സസ്, ഡിവൈഡ് ഇൻ ടു സെക്ഷൻസ്, ഫൈൻഡ് എക്സ് ബാർ ആൻഡ് വൈ ബാർ. സോ 3 സ്റ്റെപ്പ് പ്രൊസീജിയർ. റെഫറൻസ് ആക്സസ് ഫിക്സ് ചെയ്യുക മീൻസ് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സസും ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന വൈ ആക്സസും മാർക്ക് ചെയ്യുക. അപ്പം ഒറിജിൻ ഫിക്സ് ചെയ്യുക മീൻസ് റെഫറൻസ് ആക്സസും ഓട്ടോമാറ്റിക്കലി ഫിക്സ്ഡ് ആവും. അപ്പം ലെഫ്റ്റ് ബോട്ടം മോസ്റ്റ് പോയിന്റ് ആണ് ഒറിജിൻ ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെയും ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഇപ്പം ഡിഡക്ഷൻ ഒന്നുമില്ല, 2 റെക്ടാങ്കിൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. സോ എക്സ് ബാർ ഇസിക്കൽ a1x1 പ്ലസ് a2x2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2, അങ്ങനെ മതി. ദെൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രോബ്ലംസ്. ഫോർമുല ഒരെണ്ണേ ഉള്ളൂ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസിക്കൽ ടു IG പ്ലസ് AH². സോ ഇത് പാരലൽ ആക്സസ് തിയറത്തിന്റെ ഫോർമുലയാണ്. ഇതുപോലെ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം ഉണ്ട്. പാരലൽ ആക്സസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. സോ അഗെയിൻ 3 സ്റ്റെപ്പ് പ്രൊസീജിയർ. കുറച്ച് ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ടിപ്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസും മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ ആക്സിസും നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഞാൻ ആ ഫോർമുല തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, IG പ്ലസ് AH², വേർ H ഈസ് ഈക്വൽ ടു വൈ ബാർ മൈനസ് y1. അപ്പം നമ്മള് കൺസിഡർ ചെയ്യുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണെങ്കിൽ ഇവിടുത്തെ AH² H വാല്യൂ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 y വാല്യൂസ്. ഏതൊക്കെ y വാല്യൂസ്? y ബാർ വാല്യൂവും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിഗറിന്റെ y വാല്യൂ. അതായത് മൊത്തത്തിലുള്ള ഫിഗറിനാണ് y ബാർ, ഇൻഡിവിജ്വൽ ഫിഗറിന്റെ വാല്യൂ y. എക്സാമ്പിൾ പ്രോബ്ലം കാണുമ്പോൾ മനസ്സിലാവും. സിമിലർലി മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് വിൽ ബി IG plus AH². So here H will be difference between 2 x axis.
difference between two x values, x bar and x1. Okay, so example problem ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു ട്രയാംഗിളിൽ നിന്നും ഒരു റെക്ടാംഗിൾ പോർഷൻ ഡിഡക്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. സോ ട്രയാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ബേസ് ഉണ്ട്, എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ട്, എബൌട്ട് ആക്സിസ് പാസിംഗ് ത്രൂ എപെക്സ് ഉണ്ട്, എബൌട്ട് ആക്സിസ് പാസിംഗ് ത്രൂ സെൻട്രോയിഡൽ ബൈ ആക്സിസ്. ഇങ്ങനെ 4 ഫോർമുല ഒരു ട്രയാംഗിളിനുണ്ട്, അതുപോലെ റെക്ടാംഗിളിനും. സോ ഫോർമുലാസ് അറിയാം. ഓരോ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക, തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമുക്ക് അതിന്റെ ഹൈറ്റും ബ്രെഡ്ത്തും എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം, എക്സ് ബാർ വാല്യൂ, വൈ ബാർ വാല്യൂ, അതുപോലെ IX, IY, അത് ഓരോ ഫിഗറിന്റെയും കണ്ടുപിടിക്കണം. അതായത് ആദ്യം റെക്ടാംഗിളിന്റെയും പിന്നെ ഒരു ട്രയാംഗിളും ഉണ്ട്. സോ ഈ റെക്ടാംഗിളിന്റെയും ട്രയാംഗിളിന്റെയും കണ്ടുപിടിക്കണം. വലിയ ട്രയാംഗിളിൽ നിന്നും ചെറിയ റെക്ടാംഗിൾ ഡിഡക്ട് ചെയ്തിട്ട് വേണം മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സ് ആക്സിസും മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് വൈ ആക്സിസും ചെയ്യാം. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചേക്കണം, ഞാൻ ഇവിടെ H1 വാല്യൂവും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. H1 വാല്യൂ എന്ന് പറയുന്നത് IX മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എക്സ് ആക്സിസ് കൺസിഡർ ചെയ്യാൻ നേരത്ത് H will be difference between two y values. Moment of inertia with respect to y axis will be IG plus A into difference between two x values. X values എന്ന് പറയുന്നത് x ബാറും x1, അതുപോലെ x bar x2. x1 x2 രണ്ട് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ x bar minus x1, x bar minus x2 ഇങ്ങനെയുള്ള വാല്യൂസിന്റെ ഡിഫറൻസ്. അപ്പം ഇത് നേരത്തെ കാണിച്ചതുപോലെ ഒറ്റ ടേബിൾ ആയിട്ട് എല്ലാ വാല്യൂവും നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ തെറ്റാൻ ചാൻസ് ഉള്ളത് ഈ H വാല്യൂ ആണ്. ഇത് ട്രയാംഗിളിന്റെ ഹൈറ്റ് അല്ല, അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ ഹൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ഓർ രണ്ട് കറസ്പോണ്ടിങ് എക്സ് വാല്യൂ വൈ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പം ഇതിലും എന്തെങ്കിലും ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കൂടാതെ വേറെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു നോക്കുന്നുണ്ട്, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് ഡൗട്ട്സ് ക്വസ്റ്റ്യൻസ് അയച്ചാൽ മതി, ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാം. ദെൻ തേർഡ് മോഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ഫോഴ്സസ് ഇൻ സ്പേസ് വളരെ എളുപ്പമാണ്. ആകെ 4 സ്റ്റെപ്പ്, 4 അല്ല, ഇതേയും റെഡ്യൂസ് ചെയ്തിട്ട് 3 സ്റ്റെപ്പ്, അതായത് VUF എന്ന് ഞാൻ റെഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്. സോ ഫോഴ്സസ് ഇൻ സ്പേസ് നിങ്ങൾക്ക് അറിയാം, ആ ഒരു ഫിഗർ ഒക്കെ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോഴത്തേക്കും 3 ഡയമെൻഷനിലുള്ള ഫോഴ്സുകളുടെ കാര്യമാണ്. ഒന്നുമില്ല, ചെയ്യാൻ വളരെ എളുപ്പമാണ്. തേർഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ചാപ്റ്റർ അത്ര കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സസ് ഇൻ സ്പേസിന്റെ പ്രോബ്ലം എന്തായാലും പഠിച്ചു കിട്ടും. ഓക്കെ, CVUF, അതിന് C എന്ന് പറയുന്നത് വേണമെങ്കിൽ മാറ്റാം, VUF എന്ന് പറയുന്ന 3 സ്റ്റെപ്പ് വെച്ചും ചെയ്യാം. സോ ആദ്യം നമ്മൾ എല്ലാ ഫോഴ്സിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ XYZ. തന്നിരിക്കുന്ന ഫിഗർ ഒരു 3D ഷേപ്പ് ആയിരിക്കും. അപ്പം ആ 3D ഷേപ്പിൽ നിന്നും നമ്മൾ എക്സ് വാല്യൂ, വൈ വാല്യൂ, ഇസഡ് വാല്യൂ റീഡ് ചെയ്തെടുക്കണം. അപ്പം അത് എക്സാമ്പിൾ പ്രോബ്ലംസ് നോക്കി തന്നെ പഠിക്കണം. പിന്നെ ഇതിപ്പം ഈ പ്രോബ്ലംസ് എല്ലാം ഒരു 3D സ്പേസിലുള്ള പ്രോബ്ലം ആണ്. XY പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അതിന് ഇസഡ് വാല്യൂ ഇല്ല. YZ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അതിന് എക്സ് വാല്യൂ ഇല്ല. XZ പ്ലെയിനിൽ കിടക്കുവാണെങ്കിൽ അതിന് വൈ വാല്യൂ ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടിപ്സ് ഉണ്ട്. അതുപോലെ എക്സ് ആക്സിസിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ അതിന് വൈയും ഇസഡും ഇല്ല. വൈ ആക്സിസിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ അതിന് എക്സും ഇസഡും 0. അതുപോലെ ഇസഡ് ആക്സിസിൽ കിടക്കുന്ന ഒരു പോയിന്റിന് എക്സും വൈയും 0. അപ്പം ഇതൊക്കെ നമ്മൾ ആ ഫിഗേഴ്സ് കണ്ട് അതിൽ നിന്നും റീഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്ടർ കണ്ടുപിടിക്കണം. സോ വെക്ടർ കണ്ടുപിടിക്കാൻ നേരത്തെ ശ്രദ്ധിച്ചോണം, ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കി വേണം വെക്ടർ ഫോം ചെയ്യാൻ. എയിൽ നിന്നും ബിയിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ കോർഡിനേറ്റ് ഓഫ് ബി മൈനസ് കോർഡിനേറ്റ് ഓഫ് എ വെച്ച് വേണം വെക്ടർ ഫോം ചെയ്യാൻ. വെക്ടർ എങ്ങനെ എഴുതുന്നേ? ഇപ്പം XI പ്ലസ് YJ പ്ലസ് ZK എന്ന് പറയുന്ന ഫോമാറ്റിൽ വേണം വെക്ടർ എഴുതാൻ. ദെൻ യൂണിറ്റ് വെക്ടർ, അതുപോലെ ഫോഴ്സ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ എന്താ? തന്നിരിക്കുന്ന യൂണിറ്റ് വെക്ടർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ. അത് വെച്ച് നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കും. ദെൻ ഫോഴ്സ് വെക്ടർ. സോ ഇത് എക്സാമ്പിൾ പ്രോബ്ലം.
സോ ഇവിടെ 3 സ്റ്റെപ്പ് ഓരോന്നിലും ഒരുപാട് ഫോഴ്സുകൾ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓരോന്നിലും 3 സ്റ്റെപ്പ് പ്രൊസീജിയർ, വെക്ടർ, യൂണിറ്റ് വെക്ടർ, ഫോഴ്സ് വെക്ടർ. അപ്പൊ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഓൾറെഡി നമ്മൾ ഓരോ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് റൈറ്റ് സൈഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് ആദ്യമേ കണ്ടുപിടിച്ച് വെക്കുക. സോ ഇതെല്ലാം ഓരോ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് ആണ്. കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ വെക്ടർ ഫോം ചെയ്യാം. വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ, ദെൻ ഫോഴ്സ് വെക്ടർ. സോ വി യു എഫ് എന്ന് പറയുന്ന 3 സ്റ്റെപ്പിൽ വെച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. പിന്നെ ഇവിടെ എക്സ്ട്രാ അഡീഷണലി ഒരു കാര്യം ചെയ്തിരിക്കുന്നത്, a weight of 10 kilonewton is suspended at the joint O as in figure. Downward direction 10 kilonewton ആക്ട് ചെയ്യുന്നു. സോ ഇതെന്താ മീൻ ചെയ്യുന്നത്? ഈ ഒരു 3 ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന റിസൾട്ടന്റ് 10 kilonewton എന്ന കാണിച്ചിരിക്കുന്നത്. ഈ 3 ഫോഴ്സുകൾ, അതായത് 3 സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറ്റ് പോയിന്റ് O. സോ പോയിന്റ് Oയിൽ ഒരു നെറ്റ് എഫക്റ്റ് ഉണ്ടാവും. ആ നെറ്റ് എഫക്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 10 kilonewton ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ, അത് ഇവിടെ ചെയ്തിരിക്കുന്നത് പോലെ റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു ഈ സം ഓഫ് ഓൾ ദീസ് ഫോഴ്സസ് ആണ്. സോ ഇവിടെ ഐയുടെ കോഎഫിഷ്യൻസിന്റെ സം എടുത്താൽ സിഗ്മ എഫ് എക്സ് ആണ്. ജെയുടെ കോഎഫിഷ്യൻസിന്റെ സം എടുത്താൽ സിഗ്മ എഫ് വൈ. കെയുടെ കോഎഫിഷ്യന്റെ സം എടുത്താൽ സിഗ്മ എഫ് ഇസഡ്. സോ ഒരേ ഒരു 10 ന്യൂട്ടൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക മീൻസ് നമ്മൾ അതിന്റെ റെപ്രസെന്റേഷന്റെ ഇതുപോലെ എഴുതും, 0y മൈനസ് 10j പ്ലസ് 0k. അപ്പം ജെയുടെ കോഎഫിഷ്യന്റെ വാല്യൂ -10 ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. സോ ജെയുടെ കോഎഫിഷ്യന്റ് -10, അതിനെ ബേസ് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുക, അൺനോൺ വാല്യൂസ് സോൾവ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെയിൻ ടോപ്പിക്സ്. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ എന്താ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ, ഈ ഒരു PPT 3 മൊഡ്യൂളെ ഞാൻ ഡീറ്റെയിൽ ആക്കിയിട്ടുള്ളൂ. കാരണം നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. ഇപ്പൊ തന്നെ നമ്മള് 1.5 മണിക്കൂർ സമയമായി. അപ്പം ഈ ഒരു ടൈം സ്പാനിനകത്ത് പെട്ടെന്ന് കവർ ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങനെയാണ് ഞാനിപ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി 4th and 5th മൊഡ്യൂൾ, ഈ 4th and 5th മൊഡ്യൂളിൽ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കുമ്പോൾ, അതായത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റോ നോട്ട്ബുക്കോ നോക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ഫോർമുല കാണും. ആ ഫോർമുലകൾ എങ്ങനെ അപ്ലൈ ചെയ്യണം. പിന്നെ ഞാൻ എന്റെ വാട്സപ്പ് നമ്പറും ഈ എയ്മി വഴി ഷെയർ ചെയ്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാറ്റിൽ ഇട്ടേക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് സെൻഡ് ചെയ്ത് തന്നാൽ ഞാൻ അതിന്റെ സോൾവ് ചെയ്ത്, എന്താണ് അതിൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ സ്റ്റെപ്പ് ഇത് എങ്ങനെ വന്നു ടീച്ചർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പും കൂടെ അങ്ങ് ഫോട്ടോ ഇട്ട് തന്നാൽ ഞാനത് എന്താണ് എക്സ്പ്ലനേഷൻ അങ്ങോട്ട് അയച്ചു തരാം. ഓക്കെ, അപ്പം ഈ ഇനിയുള്ള സമയം നല്ലതുപോലെ സീരിയസ് ആയിട്ട് ഈ പഠിക്കുന്ന കുറച്ച് ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കും. കാരണം നമുക്ക് എന്തായാലും ഇനി എല്ലാം കവർ ചെയ്യാനുള്ള ടൈം അല്ല. ഇനി നമുക്ക് ഉള്ളത് നന്നായിട്ട് പഠിച്ച് പാസ് മാർക്ക് മേടിക്കുകയാണ് വേണ്ടത്. അപ്പം ഓരോ മൊഡ്യൂളിലും ഓപ്ഷൻസ്, കാരണം നമ്മൾ പഠിക്കുന്ന ഇനിയിപ്പോ മെയിൻ 3 മൊഡ്യൂളെ പഠിക്കുന്നുള്ളൂ, അതിൽ കഴിയുന്നതും ഓപ്ഷൻസ് വിടാതെ നോക്കുക. എന്നാലേ നമുക്ക് A പാർട്ട് ക്വസ്റ്റിനും കിട്ടത്തുള്ളൂ. അപ്പം 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും A പാർട്ടിൽ. അതുപോലെ B പാർട്ടിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ എന്താണ്, റിസ്ക് എടുക്കരുത്. പഠിക്കുന്നതെല്ലാം ഇനി നന്നായിട്ട് തന്നെ അങ്ങ് പഠിച്ചു പോവുക. അപ്പം ഞാൻ പറഞ്ഞു, ആസ് എ ഹോൾ 3 സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഓരോ പ്രോബ്ലങ്ങളിലും 3 സ്റ്റെപ്പ്. അപ്പം ഓരോ പ്രോബ്ലങ്ങളിൽ ഏതൊക്കെയാണ് 3 സ്റ്റെപ്പ് എന്ന് നിങ്ങൾ ഇത് വെച്ച് നോക്കി പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇനി ചാറ്റിൽ എന്തെങ്കിലും ഡൗട്ട്, പ്രോബ്ലംസ് എന്തെങ്കിലും സിമ്പിളായിട്ട് ചെയ്യണോ, ടൈം ലിമിറ്റേഷൻ നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഡൗട്ട് ചോദിച്ചാൽ മതി. നമുക്ക് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ അങ്ങ് തന്നേക്കാം. I would like to thank Asha ma'am on behalf of Neuron community and all the students present here for taking the session, and I also wish everyone the best of luck for their exams. Thank you, ma'am. താങ്ക് യു എമി. അല്ലാതെ വേറെ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? അല്ലാതെ എല്ലാവരും വാട്സപ്പ് ചെയ്തോളൂ. അപ്പം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഡൗട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, ഞാനപ്പോ നമ്പർ ഷെയർ ചെയ്യണോ എമി ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ?
നമ്പർ കുഴപ്പമില്ലെങ്കിൽ ഷെയർ ചെയ്തേക്കാം. ശരി, അപ്പം ഞാൻ എന്റെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. ശരി, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എനിക്കറിയാം ഇത്രയും ടൈം സ്പാനിനകത്ത് വലിയൊരു കവറേജ് കിട്ടുന്നില്ലെന്നെങ്കിലും സിമ്പിൾ ആയിട്ട് പറയാൻ ശ്രമിച്ചു, പറ്റിയെന്നാണ് എന്റെ വിശ്വാസം. ബാക്കി എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.